കടലമ്മയ്ക്ക് എല്ലാരും ഒരുപോലെ അതിന് ഒരുപോലെ അതുകൊണ്ട് വേറെ അടിച്ച സെയിം അടി തന്നെ എല്ലാവരും കിട്ടും. So it's really nice to connect with people. കാരണം you never know what kind of people you meet and everybody is super nice. ഓരോ ഷേപ്പിലുള്ള ബോർഡും ഓരോ രീതിയിലാണ് സർഫ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അവർ അത്തരടുത്ത് പോകുന്നു ചെയ്യുന്നു, പക്ഷെ പോകുന്നത്. അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ആ ബോർഡിൽ. ഓരോ ബോർഡിന്റെ ഷേപ്പ് അനുസരിച്ച് അതിന്റെ സർഫിങ്ങിന്റെ രീതി മാറും, സ്റ്റൈൽ മാറും. We listen, we learn, we connect, where every story matters. Welcome to Beyond Borders with Meera Shankar. Hello everyone, welcome to another episode of BB with Meera Shankar. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് ശരിക്കും ബൗണ്ടറീസ് ബിയോണ്ട് ബോർഡേഴ്സിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് വരുന്ന ഒരു എപ്പിസോഡാണ്. റൈറ്റ് നൗ ഞാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ US-ല് ടെക്സസില് ഡാലസിലാണ്. ആൻഡ് ഇന്ന് എന്നോടൊപ്പം ഉള്ള ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് പോർച്ചുഗലിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പോർച്ചുഗലിൽ നിന്നെന്ന് പറയുമ്പോഴത്തേനും പുള്ളിയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഒരു വങ്കാള നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നോടൊപ്പം ഇന്നുള്ളത് പിന്നെ പോർച്ചുഗലിൽ നിന്നും ആൻസൺ ആണ് ഉള്ളത്. ആൻസൺ എന്ന പേര് പറഞ്ഞാല് ആൾക്കാർക്ക് അറിയാൻ അധികം ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ അമേരിക്കയിലും ആൻസൺ യൂറോപ്പിലും ഇരുന്നുകൊണ്ട് ഈ ഒരു രണ്ട് കോണ്ടിനെന്റിനെ അല്ല ഞങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഞങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് വേറൊരു റൂട്ട്സ് ആണ്. ഞങ്ങളുടെ റൂട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് രണ്ട് കടലോര പ്രദേശങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ, രണ്ട് മുക്കുവന്മാരുടെ മക്കളാണ്, കടലിന്റെ മക്കളാണ് ഞങ്ങള്. അത് പറയുമ്പോ ഞാൻ ഇമോഷണലാണ്. ഞങ്ങൾ കടലിന്റെ മക്കളാണ്, മുക്കുവന്റെ മക്കളാണ്, മുക്കുവരാണ്. ഒരാൾ അമേരിക്കയിലെ ടെക്സസിലും പോർച്ചുഗലിലും ഇരുന്ന് സംസാരിക്കുകയാണ്. പക്ഷെ റൈറ്റ് നൗ ആൻസൺ ഈസ് ഇൻ ബെൽജിയം, ഐ തിങ്ക് സോ, റൈറ്റ്? അപ്പൊ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിൽ നിന്നും ഞാൻ തോപ്പിൽ നിന്നും കുഞ്ഞു കടലോര ഗ്രാമങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അവിടുത്തെ തിരമാലകളിൽ നിന്ന് തുടങ്ങി ഇന്ന് പോർച്ചുഗലിലെ അറ്റ്ലാന്റിക് ഒരു സർഫിംഗ് ട്രെയിനർ ആയിട്ടും പരദേശി എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും ഒരു ഇൻഡിപെൻഡന്റ് ക്രിയേറ്റർ ആയിട്ടും തിളങ്ങുന്ന ആൻസൺ ആൽബർട്ട് ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. സർഫിംഗ് വെറും ഒരു കലയല്ല, ഒരു സ്പോർട്സ് അല്ല മക്കളെ, ഇതൊരു കലയാണെന്ന് നമ്മളോട് എപ്പോഴും അടിക്കടി പറയുന്ന ആൻസൺ കടലമ്മയുടെ അനുവാദത്തോടെ അവളുടെ മേൽ ഓടിക്കളിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കലയെന്ന് ഓർമ്മിപ്പിക്കുന്ന, എപ്പോഴും നമ്മളുടെ കൂടെ വങ്കാള നമസ്കാരം എന്ന് പറഞ്ഞു വരുന്ന പരദേശി എന്ന ആൻസന് നമ്മുടെ ഷോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ ആൻസൺ. വങ്കാള നമസ്കാരം എങ്ങനെയാ പറയുന്നത്? വങ്കാള നമസ്കാരം. നമ്മൾ അത് കടപ്പുറ ഏരിയയിലെ സ്ലാങ്ങിലൊക്കെ വലുതിന്റെ ഒരു റെഫർ ചെയ്തിട്ട് വങ്കാള എന്ന് പറയും. അതിപ്പോ വങ്കാള എന്ന് പറയുമ്പോഴത്തേനും വലുതിനെയാണ്. അതെ, ഇതാണിപ്പം ഇത് തന്നെ. ഇപ്പൊ നമ്മളെ കടപ്പുറത്തേര് പറയില്ല, വങ്കാള കടൽ അല്ലെങ്കിൽ വങ്കാളത്തിര, വലിയ തിര. അപ്പൊ അതിനെ അവിടെ സ്ലാങ് ആയിട്ട് പറയും, വങ്കാള എന്ന് പറയും. ഇപ്പൊ ഞാനത് നോക്കുമ്പോഴത്തേനും നമ്മളുടെ ഒരു കടപ്പുറത്തിന് ഒരു സ്ലാങ് ഉണ്ട്, ഒരു ഇതുണ്ട്, ഒരു ആക്സെന്റ് ഉണ്ട്. അല്ല, ആക്സെന്റ് അല്ല, ഒരു സ്ലാങ് ഉണ്ട്. ബാക്കി എല്ലാ ഭാഷകളും ഒരു സ്ലാങ് അതിനെ എലിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സ്ലാങ് പറയുമ്പോഴത്തേനും അതിനെ ഒരു മാറ്റി വെക്കുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ആൻസൺ ഈ പരദേശി എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ അത് പറയുമ്പോഴത്തേനും ഒത്തിരി പേര് ഒരുപാട് ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നു, അത് കേൾക്കുന്നു. അതാണ് എന്നെ ആൻസണിലേക്ക് എത്തിച്ചത്. ആൻസന്റെ പുറകെ ഞാൻ പിടിച്ചത് ഞാൻ. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ വിഴിഞ്ഞത്തെയും തോപ്പിലെയും ചെറിയ കടൽത്തീരത്ത് നിന്ന് നമ്മൾ ഒരു യാത്ര തുടങ്ങി. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ആൻസൺ പോർച്ചുഗലിൽ എത്തി നിൽക്കുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ജനിച്ചു വളർന്ന നാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോഴത്തേനും എനിക്കറിയാം എന്താണ് എന്നെ ഇവിടെ കൊണ്ടുവന്നെന്നുള്ള ഒരു ഇത് എനിക്കറിയാം. ആൻസണിനോട് ചോദിക്കുമ്പോഴത്തേനും ആ ജനിച്ചു വളർന്ന നമ്മുടെ കടലിന്റെ ആ ഒരു കരുത്ത്, ഇപ്പൊ നമ്മൾ സാധാരണ ആൾക്കാർ പറയും
കടപ്പുറത്തിന് ഭയങ്കര ഒരു കരുത്തുണ്ട്, മനക്കരുത്തുകൊണ്ട്, ബോഡിക്കും നല്ലൊരു കരുത്തുണ്ടെന്ന് അതെ. പറയും. ആ ഒരു കരുത്താണോ ഈ രാജ്യങ്ങളിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് ഡാൻസിനെ? അതും ഒരു ഭാഗമാണ്. പിന്നെ വേറെ എന്ന് പറയുന്നത് ഒരുപാട് നല്ല ആളുകൾ, ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ, നല്ല മെന്റേഴ്സ്, ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, പിന്നെ എന്റെ ജോലി സർഫിംഗ്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാർ ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ ഓൾസോ സെൽഫിന്ന് ഒരുപാട് ട്രൈ ചെയ്തു. കാരണം നമ്മുടെ അറിയല്ലോ കടപ്പുറ ഏരിയയിലെ ആൾക്കാർ നമ്മളെ ഈസി ആയിട്ട് താഴ്ത്തും, നല്ല കളിയാക്കും, താഴ്ത്തും. അതൊക്കെ എല്ലാം കഴിഞ്ഞ് ഇങ്ങ് എത്തിപ്പെട്ട് ഇങ്ങനെയൊക്കെയോ ഭാഗ്യം എന്ന് പറയാം. എന്താ പറയാ, ഭയങ്കര താങ്ക്ഫുൾ ആണ്. പിന്നെ ഇപ്പോഴും പോർച്ചുഗലി സെയിം എന്നെ സഹായിച്ച ഒരുപാട് ആൾക്കാര്, എന്റെ ബോസ്, എല്ലാവരും സറൗണ്ടിങ്ങിലുണ്ട്. സോ ഇറ്റ്സ് ഓൾസോ വെരി നൈസ്. എങ്ങനെയായിരുന്നു ഈ യാത്ര? എവിടെയാണ് വിഴിഞ്ഞത്ത്? എങ്ങനെ പഠിച്ചതൊക്കെ വിഴിഞ്ഞത്ത് തന്നെയാണോ? അതെ, വിഴിഞ്ഞം സെന്റ് മേരീസ് സ്കൂളിലായിരുന്നു ഞാൻ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, SSLC. സോ അതിനുശേഷം ഞാൻ വിഴിഞ്ഞത്ത് ഓട്ടോ ഓടിച്ച് നടന്നു. കുറച്ചു നാളെ ഓട്ടോക്കാരനായിരുന്നു 15ാമത്തെ വയസ്സിൽ. അന്ന് ആ സമയത്ത് ലൈസൻസ് ഒന്നും വേണ്ടായിരുന്നു. പിന്നെ അവിടെ ഫിഷ് മാർക്കറ്റ് ഇല്ലേ, നമ്മളെ മീൻ ഷെഡ് എന്നൊക്കെ പറയും. അപ്പം അവിടെ എന്താ പറയാ, മറ്റേ ഈ കണവ അല്ലെങ്കിൽ ഏതൊക്കെ വാള, മീൻ അങ്ങനത്തെ വരുന്ന സമയത്ത് തന്നെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് കൊച്ചിയിലോട്ട് ട്രക്കിൽ പോയി അവിടെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ചാള് ചെയ്ത് നടന്നു. അപ്പം പിന്നെ അങ്ങനെ കുറെ അങ്ങനെ അല്ലറ ചില്ലറ പണിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വിഴിഞ്ഞത്ത് ഫുള്ളും പൈമാരയുടെ കറങ്ങിയൊക്കെ നടക്കുമ്പോഴായിരുന്നു എന്റെ 18ാമത്തെ വയസ്സിൽ എന്റെ ഫ്രണ്ട് വർഗീസ്, അവൻ എന്നെ സർഫിങ്ങിന് കൊണ്ടുവരുന്നത് കോവളത്ത്. അപ്പം അന്ന് അറിയില്ലായിരുന്നു ഈ സർഫിങ് എന്താണെന്ന്, അത്ര വലിയ നോളജോ ഒന്നുമില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ സർഫിങ് നീന്താനൊക്കെ ഡെയിലി, അതെ അതെ, ദിവസവും കടപ്പുറത്ത് അങ്ങനെ ജനിച്ചു വളർന്നുകൊണ്ട് നമ്മൾ കടലുമായിട്ട് അത്ര നല്ല ബന്ധം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം സർഫിങ് ചെയ്ത് ഒരു നല്ലൊരു എന്താ പറയാ, ഒരു ഡിഫറെന്റ് ഫീലിംഗ്, ഒരു മനസ്സിനകത്ത് എന്തോ ഒരു മനസ്സമാധാനം പോലെ. നമ്മൾ എന്താ പറയാ, നമ്മളെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മള് ആ സമയത്ത് എന്റെ ലൈഫിൽ നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്യണം, എന്ത് വേണം ലൈഫിൽ, എന്ത് ചെയ്യണം അറിയില്ല, എല്ലാം ടേസ്റ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പക്ഷെ ഒരു തൃപ്തി ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ സർഫിങ് ചെയ്തപ്പോൾ മനസ്സിൽ എന്തൊരു ഒരു ഫ്രീഡം. പിന്നെ അപ്പം തന്നെ എന്റെ ഓട്ടോ വിളിച്ച് സർഫിംഗിൽ എന്തെങ്കിലും കൂടി അതിന്റെ കൂടെ 1 വർഷം സ്ട്രേറ്റ് അവേ. അന്ന് അച്ഛൻ അമ്മയ്ക്ക് ഒരുപാട് വഴക്ക് പറയായിരുന്നു, എന്തിനാണ് നീ പോണത്, ഒരു എന്താ പറയാ, ഒരു ബെനിഫിറ്റ് ഇല്ല, അതില്ല, ഇതില്ല. അപ്പൊ ഞാൻ അതൊന്നും കേട്ടില്ല, നമ്മുടെ ഇഷ്ടത്തിന് പോകുന്നല്ലേ. അപ്പൊ അങ്ങനെ തന്നെ 1 വർഷത്തില് എനിക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ആയി. പിന്നെ അവിടെ തന്നെ നമ്മളെ സർഫ് ക്ലബിൽ തന്നെ ജോലി കയറി. പിന്നെ അവിടെ നിന്ന് ലൈഫ് ഡിഫറെന്റ് ആയിട്ട് സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങി, ആൾക്കാർ മീറ്റ് ചെയ്ത് തുടങ്ങി. അപ്പം സംസാരിച്ച് ആ ഒരു ഫ്ലുവന്റ് കിട്ടാൻ തുടങ്ങി ഇംഗ്ലീഷിലോട്ടൊക്കെ. അപ്പൊ ഇതിനും ആദ്യമൊക്കെ ഭയങ്കര നാണമായിരുന്നു, ഭയങ്കര ഷൈ ആയിരുന്നു. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല സംസാരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വിഴിഞ്ഞ ഭാഷ കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ അത് ബബിള് ഫുള്ളും വിഴിഞ്ഞായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പം പുതിയൊരു ലോകം. അതിനുശേഷം ആൾക്കാരെ മീറ്റ് ചെയ്തതിനു ശേഷം പുതിയ അറിവുകൾ വന്നു തുടങ്ങി, ഡിഫറെന്റ് ആയിട്ടുള്ള ചിന്തകളൊക്കെ മാറി തുടങ്ങി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം എന്റെ ഗേൾ ഫ്രണ്ട് ഞാൻ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് എന്റെ 19ാമത്തെ വയസ്സിൽ, 18-19 വയസ്സില്. അപ്പൊ അവിടെ നിന്നാണ് പിന്നെ അവളുമായിട്ട് കണക്ട്. അവള് നെതർലാൻഡ്സ് വരെയായിരുന്നു ആദ്യം. അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ഒരു 6-7 വർഷം ഒരുമിച്ചായിരുന്നു. അപ്പം പുള്ളിക്കാരി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇന്ത്യയിൽ എന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് വർഷം. അവിടെ തന്നെ എന്നെ ജോലി ചെയ്തത്. ഞാൻ ജോലി ചെയ്ത സർഫ് ക്ലബും പിന്നെ സ്കൂളുണ്ട് നമുക്കവിടെ. അറിയുമോ എന്നൊന്നും അറിയില്ല, നമ്മുടെ കോവളത്ത് സിസ്റ്റം എന്ന് പറയും, SISP. അപ്പം അതൊരു സോഷ്യൽ പ്രോജക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് ബെൽജിയംകാരനാണ്. അപ്പം ഇവരാണ് ആ സ്കൂള് തുടങ്ങുന്നത് ഒരു 10-25 കൊല്ലം മുമ്പ്. അപ്പൊ ഇവര് ആ ടൈമിൽ അവിടെ വരാൻ സമയത്ത് കിഡ്സ് ഓൺ ദ സ്ട്രീറ്റ്സ്. അപ്പൊ നമ്മളവിടെ നോർമൽ ആയിരുന്നു ആ സമയത്തൊക്കെ, ഒരുപാട് പേർക്ക് സ്കൂളിൽ പോകാൻ സ്റ്റേഷനില്ലാതൊക്കെ. അപ്പൊ ഇവര് അങ്ങനത്തെ കുറച്ച് കിഡ്സ് പിള്ളേരൊക്കെ എടുത്ത് അവർക്ക് സെക്കൻഡ് എഡ്യൂക്കേഷൻ, ഫുഡ്, പിന്നെ അവരുടെ ചെലവുകൾ, ഫ്യൂച്ചറിലോട്ടുള്ള പഠിത്തത്തിന്റെ കാര്യങ്ങള്. അപ്പൊ അങ്ങനത്തെ ഒരു സോഷ്യൽ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം ഇതിൽ ഈ ബെൽജിയത്തിൽ നിന്ന് വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ആൾക്കാർ ഇന്റേൺഷിപ്പിനൊക്കെ വരും അവരെ സോഷ്യൽ വർക്കായിട്ട്. അപ്പം അതിൽ ഒരാളായിരുന്നു ഏലയാണ് നമ്മുടെ ബോസ് സർഫിങ്ങിന്റെ. അവനെപ്പോ നമ്മൾ ബോസ് എന്ന് പറയും, പക്ഷെ നമ്മൾ ഫ്രണ്ട്സ് ആണ്. അപ്പം അവൻ ആ സമയത്ത് വരുമ്പം അവൻ നല്ല സർഫറായിരുന്നു.
അപ്പം why can't I bring some surfboards with me? You never know, there's a wave. കാരണം അവൻ വരുന്നത് ഒരു തീരദേശ പ്രദേശമാണ്, അപ്പം തിര ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അപ്പൊ ആ ടൈമില് അവൻ വന്നു ബോർഡ് കിട്ടുന്നപ്പോ നല്ല പേര് അടിക്കുന്നുണ്ട് കോവളത്ത് സർഫ് ചെയ്യാനൊക്കെ. അപ്പൊ പിന്നെ അവന് സർഫ് ചെയ്ത് പിന്നെ അവന് ഈ സ്കൂളിലുള്ള കിഡ്സിനൊക്കെ സർഫിങ് പഠിപ്പിച്ചു തുടങ്ങി. അപ്പം ഈ കിഡ്സ് ഒക്കെ വരുന്നത് തീരദേശ പ്രദേശത്ത് നിന്നാണ് കൂടുതൽ വരും. ഇപ്പൊ ഈ സാധാരണ സ്കൂളിൽ പോയി ടേസ്റ്റ് ഇല്ലാത്തവര്, അല്ലെങ്കിൽ ഒന്നിൽ ഏതെങ്കിലും അച്ഛനോ അവർക്ക് ആൽക്കഹോളിക് അഡിക്റ്റ് ആണ്, അപ്പൊ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഇങ്ങനത്തെ കിഡ്സ് ഒക്കെ ആയിരുന്നു ആ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇതിലൊരാളായിരുന്നു വർഗീസ്, എന്റെ ഫ്രണ്ട്, അവിടെ നിന്ന് വിഴിഞ്ഞത്തുനിന്ന് വന്നത്. അപ്പൊ ഇവൻ പിന്നെ സർഫിംഗ് പഠിപ്പിച്ചു തുടങ്ങി. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നോ സ്കൂൾ നോ സർഫിംഗ്. അതായത് പിള്ളേര് മൺഡേ ടു ഫ്രൈഡേ സ്കൂളിൽ പോയാൽ മാത്രമേ സാറ്റർഡേ സൺഡേ ഫ്രീ സർഫ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒരു മോട്ടിവേഷൻ. അതെ. അപ്പം അതില് എനിക്ക് അങ്ങനെ ആ പ്രോജക്റ്റിലോട്ട് എനിക്ക് കയറാൻ പറ്റി ഈ സർഫിങ്ങിലൂടെ. പിന്നെ എനിക്ക് പിന്നെ ആ പിള്ളേരെ എല്ലാവരും അറിയായിരുന്നു, സ്റ്റുഡൻസിനൊക്കെ. പിന്നെ സ്കൂളുമായിട്ട് കണക്ട് ആയി നമ്മള് സിസ്കോ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ ലൈഫ് ജേർണി അങ്ങോട്ട് തുടങ്ങി. അപ്പം പോർച്ചുഗലിൽ എത്തിപ്പെടാൻ കാരണം ഒരു വലിയൊരു പങ്ക് ഏലയാണ്, നമ്മുടെ ബോസ്. അതെ, കാരണം ഏല ഒരു 10 വർഷം മുമ്പ് ലിസ്ബണിനടുത്ത് എരിസേര എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട്, വൺ ഓഫ് ദ സർഫ് ടൗൺ. അത് സർഫ് കൾച്ചറിൽ ഭയങ്കര നല്ലൊരു വലിയ ടൗൺ. അപ്പം അവിടെ ഇവരൊരു എയർബിഎൻബി തുടങ്ങി. അപ്പം അന്ന് ആ ടൈമിൽ ഞാൻ എന്റെ എക്സ് ഗേൾ ഫ്രണ്ടായിട്ട് ഏലയെ കാണാൻ മീറ്റ് ചെയ്യാൻ വന്നിരുന്നു. അപ്പൊ അന്നാണ് പോർച്ചുഗലിൽ ഫോൾ ഇൻ ലവ് പോർച്ചുഗൽ സ്ട്രേറ്റ് അവേ. അപ്പം നമുക്ക് ആ ടൈമിൽ നമ്മൾ ഇന്ത്യയിൽ താമസിച്ചോണ്ടിരിക്കുന്ന നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഹോളണ്ട് ഒരു ഓപ്ഷൻ അല്ലായിരുന്നു, കാരണം നമ്മൾ രണ്ടുപേരും നേച്ചറും ഈ ഓഷ്യനുമായിട്ടൊക്കെ കണക്ട് ആയതുകൊണ്ട് ഹോളണ്ടിൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടില്ല. അപ്പം സ്ട്രേറ്റ് അവേ എനിക്ക് പോർച്ചുഗൽ അങ്ങനെ 2 ദിവസം ഞാൻ തന്നെ പറഞ്ഞു ദിസ് ഇസ് ദി പ്ലേസ്. ഈ ആൾക്കാരൊക്കെ ഭയങ്കര എന്താ പറയാനിട്ട്, നമ്മളൊരു ഹായ് പറഞ്ഞാൽ എല്ലാവരും തിരിച്ച് ഹായ് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ആ ഒരു ഫീൽ ഉണ്ട്. ഇവിടെ പോകുമ്പോൾ ഈ നമ്മളെന്താ പറയാ, അപ്പാപ്പന്മാര് അമ്മമാരൊക്കെ വെളിയിലൊക്കെ ഇരിക്കും, സംസാരിക്കും, നമ്മളിവിടെ അതുപോലത്തെ. കാരണം ഇവിടെ ഒരുപാട് ഫിഷർമാൻസ് ആണ്, കോസ്റ്റലല്ലേ. അപ്പൊ അവർക്കും നമ്മുടെ കൾച്ചറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും ഒരു രീതിയിൽ. അപ്പം ആ ഒരു ഫീലിംഗ്, എനിക്ക് ഹോംലി ഫീലിംഗ് ഇവിടെ കിട്ടി. പിന്നെ അതിനുശേഷം പിന്നെ പോർച്ചുഗലിൽ പിന്നെ അന്നോട്ട് സ്റ്റക്കായി. പിന്നെ ഈ സർഫിംഗ് ജേണി ഞാൻ ഇൻസ്ട്രക്ടറിന്റെ കോഴ്സ് ഒക്കെ ചെയ്ത് അതിന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് പിന്നെ ലൈഫ് ഇതിലോട്ട് തന്നെ ഫുള്ളും പ്രൊഫഷണൽ ആക്കി. പിന്നെ ഇപ്പൊ ഈ കഥ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേനും എനിക്ക് പിന്നെ എന്താ പറയാ, എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എന്റെ ലാംഗ്വേജ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമായിരുന്നു. ഞാൻ പിന്നെ കുറെ ഫ്രണ്ട്സ്, ഞാൻ ആ ഒരു പിന്നെ അവിടെ നിന്ന് മാറി ആൾക്കാരുമായിട്ടൊക്കെ കൂടുതൽ ഞാൻ കണക്ട് ആയപ്പോഴാണ് എന്റെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ആയി. പിന്നെ എന്റെ ലാംഗ്വേജിൽ എനിക്ക് ക്ലാരിറ്റി വന്നു. അത് കൂടുതൽ എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. അത് ഒരു എന്താ പറയാ, നമ്മുടെ ഈ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു മോട്ടിവേഷൻ ആണ്. കാരണം ഇംഗ്ലീഷ് നമ്മൾ എത്ര തന്നെ എഴുതാനും വായിക്കാനും അറിയാമെങ്കിലും പറയുമ്പോഴത്തേനും എല്ലാരും സ്റ്റക്ക് ആവുന്നത് അവിടെയാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിച്ച് വരുമ്പോൾ മാത്രമേ അത് ഇതാവുന്നു. വലിയ കാര്യം. I was about to ask that, like, how hard it was to learn English and speak English and about the things like that. Like when we are coming from a village of like a fisherman village, and then we come to here in Portugal, country like a Portugal, you supposed to speak in English or in Spanish, right? Or Portuguese. Or Portuguese, Portugal, yeah, right. So ഞാൻ അതിങ്ങനെ ചോദിക്കാൻ വരുമായിരുന്നു, ലൈക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ലാംഗ്വേജ് ബാരിയർ. നമുക്ക് നമുക്ക് മലയാളം മാത്രം നമ്മൾ പഠിച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് അവരുടെ ഒരു ആക്സെന്റിലേക്ക് വരണം. അതൊക്കെ നമുക്കൊരു ഹാർഡായിരിക്കും. ഒരു സർഫിംഗ് ട്രെയിനർ ആയിട്ട് വരുമ്പോ തന്നെ ഒരു ആക്സെന്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് നന്നായിട്ട് തന്നെ പിന്നെ ആൻസൺ അത് നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം ആൾക്കാരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ബിൽഡപ്പ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അത് വരും എന്നുള്ളത്. അപ്പൊ ഇതില് വിഴിഞ്ഞം പറഞ്ഞ ആ ഒരു തീരത്ത് നിന്നും പിന്നെ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ പോർച്ചുഗലിലെ സ്പെഷ്യലി ഈ നസാറെ പോലെയുള്ള മാസീവ് അറ്റ്ലാന്റിക് വേവ്സിലേക്ക് എത്തുമ്പോൾ പോർച്ചുഗൽ എന്ന് പറയുന്നതിന് വേൾഡിങ്ങിലെ സർഫിങ്ങിന്റെ വലിയൊരു ഹബ്ബാണ്. ലൈക്ക് ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ് മെന്റൽ ഷിഫ്റ്റ്? ലൈക്ക് നമ്മൾ വരുന്നത് ഒരു വിഴിഞ്ഞം പോലെയുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന്, നമ്മളൊരു മുക്കുവ ഗ്രാമത്തിൽ നിന്ന്. ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഈ വിഴിഞ്ഞവും മെയിൻ ആണ്, നമുക്ക് കാണുന്ന പോലെ തന്നെയായിരുന്നു പോർച്ചുഗലിന്റെ തീരങ്ങളും എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു മെന്റൽ നമുക്കൊരു ഷിഫ്റ്റ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത്?
കാരണം ഞാൻ ഉദാഹരണത്തിന് ഈ കൊച്ചുനാൾ മുതൽ എനിക്ക് ഭയങ്കര ട്രാവലിംഗ് ഒക്കെ ഭയങ്കര പുതിയ സ്ഥലങ്ങൾ കാണാനൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പം പോർച്ചുഗൽ ആദ്യം വരുമ്പോ ഫുള്ള് മൈൻഡ് ബ്ലോൺ ആയിരുന്നു. യൂറോപ്പിൽ വരുന്നത് തന്നെ മൈൻഡ് ബ്ലോൺ ആയിരുന്നു ആദ്യമായിട്ട്. എന്നെ 19 വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് യൂറോപ്പിൽ വരുമ്പോ എല്ലാം കണ്ണിന് കാണുന്നത് എല്ലാം പുതിയത്. അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇറ്റ്സ് ലൈക്ക് ഫൈവ് ഇയർ ഓൾഡ് കിഡ് റണ്ണിങ് അറൗണ്ട് ലൈക്ക് ഫസ്റ്റ് ടൈം സീയിങ് എവരിതിങ്. അപ്പം അത് കാരണം നമ്മള് എന്താ പറയാനുണ്ട്, ഞാൻ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ഈ ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാനൊക്കെ എന്തെങ്കിലും യൂറോപ്പിൽ പോകുമെന്നോ അല്ലെങ്കിൽ അവിടെ അതൊക്കെ ഒന്നും നമുക്ക് ഡ്രീമിൽ ഇല്ലായിരുന്ന സംഭവങ്ങളാണ്. അപ്പൊ പെട്ടെന്ന് സംഭവിച്ചപ്പം എല്ലാം ഫുള്ളും ഇറ്റ്സ് വെരി മെസ്മറൈസിങ് ആയിരുന്നു എല്ലാം. അപ്പം പോർച്ചുഗലിൽ വരുമ്പോ അതായിരുന്നു ആദ്യം ഈ പ്ലേസ് അടിപൊളി കാണാൻ ജുറാസിക് വേൾഡ് പോലെയൊക്കെ ഉണ്ട്, സൂപ്പറാണ്, ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് ആദ്യം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത്. കാരണം ഞാനും ഭയങ്കര നമ്മൾ വില്ലേജിൽ നിന്ന് വരുന്നില്ല, അപ്പൊ നമ്മള് ഫുള്ള് ഇപ്പൊ അത് എക്സൈറ്റഡ് ആണ്. അപ്പൊ ചില സമയത്ത് ആൾക്കാർക്ക് ബോർ അടിച്ചിരിക്കുമ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് വൈബൊക്കെ ഉണ്ടാക്കിയിട്ട് പോടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയിട്ട്. അപ്പൊ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അവര് ക്യൂരിയസ്ലി ചോദിക്കും നീ എവിടെ നിന്ന് വരുന്നത് എന്താണ്. അപ്പം പെട്ടെന്ന് നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവരെ ചിന്തയിൽ വരുന്ന ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഈ മീറ്റ് കഴിക്കില്ല, ഹോളിയാണ്, കൗവാണ് അല്ലെങ്കിൽ ഹിന്ദു ആണ് ആദ്യം ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ പറയാം ഞാൻ വരുന്ന ഇന്ത്യ വേറെയാണ്, സൗത്താണ്. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഫിഷർമാൻ ആണ്, അതാണ് ഇതാണ്. അപ്പൊ ഓക്കെ ഓക്കെ സംശയം. അതെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവര് ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ലത്. ഞാൻ പറയാം അത് വലിയ ഇന്ത്യ വലിയ കൺട്രിയാണ്, വലിയ ഡിഫറെന്റ് ആണ്. പിന്നെ അതുകൊണ്ട് ചരിത്രങ്ങളൊക്കെ എല്ലാം അടിച്ചു വിടും. അപ്പൊ അവർക്ക് അപ്പൊ ഇവർ കാണുന്ന ഇന്ത്യ ടിവിയിലും ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അവർ വിചാരിക്കുന്നത് നമ്മൾ ഹിന്ദി മാത്രമേ സംസാരിക്കൂ. അതെ അതെ ഇങ്ങനെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് അതന്നെ ഞാൻ പറയാ നമ്മൾ കേരളത്തിൽ ഞാൻ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന പെറോട്ടയും ബീഫുമാണ്. അപ്പൊ ഇവർ അതാണ് നമ്മളുടെ എന്താണ് പിന്നെ സംസ്ഥാന അതന്നെ അപ്പൊ ഇവര് വിശ്വസിക്കുന്നത് നിങ്ങൾ ബീഫ് കഴിക്കോ. ആക്ച്വലി കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇതാണ് അവസ്ഥ, ലാംഗ്വേജ് ഡിഫറെന്റ്, ലാംഗ്വേജ് ബാരിയർ എല്ലാവർക്കും. അപ്പം പോർച്ചുഗൽ ആദ്യം പിന്നെ ഇംഗ്ലീഷ് ഞാന് എന്താ പറയാ സ്കൂളിൽ പഠിക്കാൻ സമയത്ത് അല്പം റീഡിങ്ങും റൈറ്റിങ്ങും പഠിച്ചു സ്കൂളിൽ നിന്ന് കുറച്ച്. പക്ഷെ അധികം സംസാരിക്കാൻ അറിയില്ല, നമുക്ക് സ്റ്റീലും എല്ലാം ഭയങ്കര ഷൈ ആയിരുന്നു, അത് ഭയങ്കര നാണമായിരുന്നു. അപ്പം ഈ കോവളത്ത് വന്ന് അവിടുത്തെ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കും ഇംഗ്ലീഷ് പരദേശിക്കുന്നതാണോ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ആ ടൈമിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ബബിളൊന്ന് മുട്ട ആദ്യമായിട്ട് വന്നു വെളിയില്. അതെ. പിന്നെ ഈ ആൾക്കാരുടെ ചോദിക്കും ഫ്രണ്ട്സിന്റെ അടുത്ത് ഇതിന്റെ മീനിങ് എന്താണ്, ഇതിന്റെ മീനിങ് എന്താണ്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ എഴുതി വയ്ക്കും, ചെറിയൊരു പേപ്പറിൽ എഴുതി എപ്പോഴും എടുത്തിട്ട് നോക്കും, അത് ഫ്ലുവന്റ് ആക്കാൻ പറഞ്ഞു. പിന്നെ എന്റെ ആദ്യത്തെ ഗേൾ ഫ്രണ്ട് കിട്ടിയതിനു ശേഷം പിന്നെ അങ്ങോട്ട് ഒരു നാണം മാറിക്കിട്ട് പിന്നെ അവളോട് പിന്നെ ചുമ്മാ സംസാരിച്ച് അതങ്ങനെ പിന്നെ ഫുള്ള് ഒരു വിധം ഫ്ലുവന്റ് ആയി. പിന്നെ ഞാന് ആ ടൈമിൽ എന്താ പോണ്ടിച്ചേരിയിൽ ഒറോവിലെന്ന് പറയും, കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അതെ, അവിടെ ഞാൻ ഒരു 3 വർഷം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ സർഫിംഗ് പഠിപ്പിക്കാൻ. അപ്പൊ അവിടെ ഒരു ഇന്റർനാഷണൽ കൾച്ചറാണ്. അപ്പം ഒരു എന്താ പറയുക ഒരു സ്പിരിച്വൽ പ്ലേസ് ഒറോവിൽ എന്ന് പറയും. അപ്പൊ ഈ എല്ലാ വേൾഡിലുള്ള എല്ലാ ആൾക്കാരും അവിടെ ഒരു 10,000-4,000 പീപ്പിൾ അവിടെ ലിവിംഗ് ആണ്. അപ്പൊ അവരൊക്കെ ഫുള്ളും വെള്ളക്കാരും പല ഭാഗത്തു നിന്നുള്ളവരാണ് ലോകത്തുനിന്ന്. അപ്പം അങ്ങനെ ഞാൻ അവിടെ പോയ സമയത്ത് എന്റെ ബോസ് അപ്പൊ ഫ്രണ്ട്സ് ആണ് ബോസ്മാര്, അവന്മാരൊക്കെ ഹാഫ് ഫ്രഞ്ച്, ഹാഫ് സ്പാനിഷ്, പിന്നെ ജർമ്മൻ, അങ്ങനത്തെ കുറെ മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാന്. അപ്പൊ അവരൊക്കെ ഭയങ്കര അവിടുത്തെ ഇംഗ്ലീഷ് കേട്ടപ്പോ ഞാൻ ആദ്യം ഞെട്ടി, കാരണം ഇവർ സംസാരിക്കുന്നത് വേറെ ലെവലിലുള്ള ഫ്ലുവന്റ് ആയിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് പിന്നെ അവിടെ നിന്ന് കുറെ കാലം നിന്ന് വന്നപ്പോ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പം അതും ഹെൽപ്പ് ചെയ്തു ലൈഫില്. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മള് എന്താ പറയാണ്ടിട്ട് അവര് സർഫിംഗ് ബോർഡ് ഉണ്ടാക്കും അവിടെ. അപ്പൊ ഇന്ത്യയിൽ അവര് ഒന്നത്തെ ഫസ്റ്റ് ആണ് സർഫിംഗ് ബോർഡ് ഷേപ്പിംഗ് എന്ന് പറയും. അപ്പൊ അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ സർഫിംഗ് ബോർഡ് എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ അതും കൂടെ പഠിക്കാൻ പറ്റി. ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് കിട്ടി. പിന്നെ അതിനുശേഷം ഞാൻ പോർച്ചുഗലിൽ വന്നതിന് ശേഷം ഇവിടെയും പഠിപ്പിച്ചു തുടങ്ങി. പിന്നെ ഞാൻ ഇവിടെ സർഫിംഗ് ബോർഡൊക്കെ റിപ്പയർ ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഈ സർഫിംഗ് ബോർഡൊക്കെ പൊട്ടും, അപ്പൊ അത് റിപ്പയർ ചെയ്യാനും ഒരു ചെറിയ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആ ബോർഡിൽ ഒരുപാട് വെയിറ്റ് കൂടും, അപ്പൊ സെർട്ടൺ ആയിട്ടുള്ള വെയിറ്റ് വേണം സർഫ് ചെയ്യണമെങ്കിൽ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് അവിടെ നിന്ന് വന്നതിന് നമുക്ക് 2 രീതിയിലുള്ള ഫോം ഉണ്ട്. ഒന്ന് PU പിന്നെ എപ്പോക്സി. ഒന്ന് പോളിയൂരിത്തീനും ഒന്ന് എപ്പോക്സിയും. അപ്പൊ എപ്പോക്സി എന്ന് പറയുന്നത് അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ളതും PU
അല്പം കുറവായിട്ടുള്ളതാണ്. കുറവായിട്ടുള്ളത്. അപ്പം രണ്ടും രണ്ട് ഡിഫറെന്റ് രീതിയിലാണ് അവർ ഷേപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് റൈഡിങ് ചെയ്യുന്നത് രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ. അപ്പം പിന്നെ കൂടുതലും എപ്പോക്സി റെസിനും പിന്നെ പി റെസിൻ യൂസ് ചെയ്യും, പിന്നെ ഫൈബർ യൂസ് ചെയ്യും. അത് തന്നെ. ഭയങ്കര ചില ബോർഡൊക്കെ ഭയങ്കര തിന്നായിരിക്കും, ചിലതൊക്കെ ഹാർഡായിരിക്കും, ചിലതൊക്കെ വെയിറ്റ് ഉണ്ടാവും. ഓരോ ഷേപ്പിനനുസരിച്ചും മാറുന്നത്. അതെ ഇതിനനുസരിച്ച് പിന്നെ എക്സ്പെൻസും കൂടുകയും അതെ, മോർ മെറ്റീരിയൽ ഇൻവോൾവ് മോർ എക്സ്പെൻസീവ് ക്യാഷ്. ഓക്കെ. അതെ. ഇപ്പൊ ഇത് നമ്മൾ ഈ സർഫിങ്ങിന്റെ അവിടെ നിൽക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ വിഴിഞ്ഞത്തെ കടലും പിന്നെ ഇവിടെയുള്ള യൂറോപ്പിലെ അറ്റ്ലാന്റിക് കടലുമായിട്ട് പിന്നെ ആൻസൺ കണ്ടപ്പോഴത്തേനും തോന്നിയ ഒരു മെയിൻ ഡിഫറൻസ് എന്താണ്? കാരണം എപ്പോഴും നമ്മൾ പറയാം, നമ്മുടെ കടപ്പുറത്ത് നമ്മുടെ ആൾക്കാർ പറയാറുണ്ട് നമുക്ക് കൂടുതൽ അവർക്ക് കടലുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് നമ്മളുടെ മുതിർന്നവർ, നമ്മുടെ അപ്പാപ്പന്മാരൊക്കെ പറയാറുണ്ട്, അവര് വെറുതെ നോക്കിയാൽ തന്നെ അവർക്ക് കടലിനെ കുറിച്ച് അറിയാം. നല്ല കടലറിവുള്ളവർ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവര് തന്ന അറിവുകളാണ് നമ്മളിങ്ങനെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടുവരുന്ന അറിവുകൾ. അപ്പം ആൻസിനെ സംബന്ധിച്ച് ആൻസർ നോക്കുമ്പോഴത്തേനും ഈ രണ്ട് കടലുകൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത് മെയിൻ ഡിഫറൻസ് ആണ് ആൻസിന് തോന്നിയിട്ടുള്ളത്? തണുപ്പ്. ഇവിടെ ഐസ് ഉള്ളത് നമ്മുടെ നാട്ടില് നല്ല അതല്ല, സൈസ് ഡിഫറൻസ് പറയുകയാണെങ്കിൽ പോർച്ചുഗലിൽ അല്പം കൂടെ അഗ്രസീവ് ആണ് ഓഷ്യൻ. കാരണം നമ്മുടെ നാട്ടില് നമുക്ക് മൺസൂൺ ടൈമിൽ അഗ്രസീവ് ആണ്. നല്ല നല്ല വലിയ നമ്മൾ ആനയടി എന്നൊക്കെ പറയും, ആനയടി സീസൺ. ആനയടി, അതെ, അവിടെ ആനയടി എന്ന് പറയും ഈ മൺസൂൺ ടൈമില്. അതെ, അപ്പൊ ഇവിടെ വിന്ററിലൊക്കെ ഒന്ന് സ്റ്റേ കഴിഞ്ഞാൽ അതിനേക്കാളും ഡബിള് 3-4 മടങ്ങ് വലുതിലൊക്കെയാണ് തിര അടിക്കുന്നത്. അപ്പൊ ഭയങ്കര അതെ ഇവിടെ പോർച്ചുഗലില് അതെ ഭയങ്കര സ്കേറിയാണ്. അത് നമ്മൾ വാച്ച് ചെയ്യാൻ വേണ്ടി പോകും. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂല, ജസ്റ്റ് അത് വാച്ചിങ്. അത് തന്നെ, കാരണം അത്രയ്ക്കും വലിയ തിര അടിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കടലിനോടുള്ള ഒരു റെസ്പെക്ട് കൂടും. കാരണം ഇപ്പൊ എന്റെ മൈൻഡിൽ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കടൽ എന്ന് പറയുന്ന ലോകത്തിലുള്ള ഏറ്റവും വലിയൊരു ഫോഴ്സ് ആണ്. അപ്പം അത് നോക്കാനും അത് ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് റെസ്പെക്ട് വന്നു. ഓക്കെ, ഏതായാലും നമുക്ക് കടലിന്റെ കൂടെ കളിച്ച് ജയിക്കാൻ പറ്റൂല, കാരണം ഒരിക്കലും ഇല്ല, പക്ഷെ അതിന്റെ കൂടെ കളിച്ച് അങ്ങോട്ട് പോകാൻ പറ്റും. അതെ, ആ ഒരു പേരെ നമുക്ക് മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ് ഔട്ട് ഓഫ് ദ ലൈഫ്, യുനോ. കാരണം നമുക്കതൊരു പ്ലേ ഗ്രൗണ്ട് ആണ്. സർഫസ് എന്ന് പറയുന്നത് ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്. ഈ ഫുട്ബോളറിനും ക്രിക്കറ്റിനും പ്ലേ ഗ്രൗണ്ട് ഉള്ളതുപോലെ നമുക്കിതൊരു പ്ലേ ഗ്രൗണ്ട് ആണ്. നമ്മൾ മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. കാരണം അതുമല്ലാത്തതുകൊണ്ട് ഈ തിര എന്ന് പറയുന്ന സംഭവം നാളെ എങ്ങനെയായിരിക്കും ഇന്നെങ്ങനെയായിരിക്കും ഓൾവേസ് അൺപ്രഡിക്റ്റബിൾ ആണ്. അതെ, അപ്പം അതിന് നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ചെക്ക് ചെയ്യും വേവ്സ്. ഈ ഒരു ആപ്പ് ഉണ്ട് സർഫിങ്ങിന് വേണ്ടിയിട്ടൊക്കെ. ഇതിന് നമ്മളെ ടൈഡ്, കാരണം വേറൊരു ഡിഫറൻറ്റ് നമ്മളെ നാട്ടിനനുസരിച്ച് വിഴിഞ്ഞത്തിന്റെ കടലും ഇവിടത്തെ കടലും, ഇവിടെ ടൈഡ് ഉണ്ട്, ലോ ടൈഡ് ഹൈ ടൈഡ്. ഇവിടെ ഈ ലോ ടൈഡ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് കടൽ അങ്ങോട്ട് 100-150 മീറ്റർ ഉൾവലിയും, പിന്നെ ഹൈ ടൈഡ് വരുമ്പോൾ വെള്ളം കൂടും. അപ്പൊ നമ്മുടെ നാട്ടിൽ അത് കാണുന്ന അപൂർവമായിട്ട് കാണാൻ പറ്റും. നമ്മുടെ നാട്ടില് നമ്മളെ ഞാൻ നോർത്ത് കേരള ഒക്കെ പോയപ്പോ കണ്ണൂരൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റും, ആ വെള്ളം അങ്ങ് ഉള്ളിൽ പോകും, അത്രയ്ക്ക് ലോ ടൈഡും ഹൈ ടൈഡും. പക്ഷെ നമ്മളവിടെ ആഴക്കടലാണ്. അപ്പം ഈ അതെ, നമുക്കവിടെ ആഴക്കടലായതുകൊണ്ട് ഇത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല ഈ ടൈഡ് മാറി. ചില സമയത്ത് ഈ ഫുൾ മൂണിലും ന്യൂ മൂണിലും മാത്രം കാണാൻ പറ്റും ചെറിയൊരു ഡിഫറൻറ്റ്. അതെ, അപ്പം ഇവിടെ പോർച്ചുഗലിൽ ഇവിടെ ഭയങ്കര നമ്മൾ സർഫിങ്ങിന് പോകുമ്പോൾ ടൈഡ് നോക്കി പോകും. ടൈഡ് കറക്റ്റ് ടൈഡിൽ പോയാലേ കറക്റ്റ് തിര കിട്ടും, തിര അടിക്കും. ആ ടൈഡ് മാറി പോയി കഴിഞ്ഞാൽ കറക്റ്റ് തിര അടിക്കൂല. അങ്ങനെയൊക്കെ ഡിഫറൻറ്റ് ഉണ്ട് ഇവിടെ. നമ്മൾ പറയാറുണ്ട്, നമ്മളുടെ ആൾക്കാര് പറയാറുണ്ട് കള്ളക്കടൽ വരുന്നെന്ന് പറയും. അപ്പൊ അവിടെയും കള്ളക്കടൽ വരാറുണ്ടോ? ഒപ്പോ ഇടയ്ക്കിടയ്ക്ക് പറയാൻ പറ്റില്ല തിര വരുന്നത്. അതെ അതെ, അത് നമ്മൾ ഇവിടെ സെറ്റ് വേവ് എന്ന് പറയും. സെറ്റ് എന്ന് പറയുമ്പം എന്താ പറയാ, നമ്മള് ഒരു 10-15 മിനിറ്റ് ഇടവിട്ടിട്ട് ഒരു 5-6-7 തിര ഒരുമിച്ച് വരും. അപ്പൊ ഈ തിര വരുന്ന വലിയ തിരയായിരിക്കും പെട്ടെന്ന്. അത് വരുമ്പോ തന്നെ അത് കാണാൻ പറ്റും. ഇപ്പം നമ്മളെ കള്ളക്കടൽ എന്ന് പറയുന്നത് ഈ ഞാൻ സർഫിങ് തുടങ്ങിയ ശേഷമാണ് മനസ്സിലായത് ഇതിനെ കുറിച്ചുള്ള ചെറിയ നോളജ്. ഇപ്പോഴാണ് ഇതിന്റെ ഫിസിക്സ് ബിഹൈൻഡ് ഇറ്റ്. അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, എവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വരുന്നു, അത്രത്തോളം എനർജി ക്രിയേറ്റ് ചെയ്ത് വരുന്നു. ഇപ്പം സർഫിങ് ചെയ്ത് കടലിൽ കിടന്നു വരുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാവുന്നത്. ആക്ച്വലി സർഫറിന് അത് വലിയ സംഭവമാണ്. നമുക്ക് സെറ്റ് തിര വരുമ്പോൾ വലിയ തിരയായിരിക്കും സാധാ തിരയേക്കാളും. അപ്പൊ ആ തിര നമുക്ക് സർഫ് ചെയ്യാൻ നല്ല അടിപൊളി സുഖമായിരിക്കും. നമുക്ക് ചെറിയ തിര, ഉദാഹരണത്തിന് ഒരു 1/2 മീറ്റർ മുതൽ എത്ര വേണേ ചെയ്യാം. പിന്നെ നമ്മുടെ മനസ്സിന്റെ ഗട്സ് പോലെ ഇരിക്കും എത്രത്തോളം വലുതിൽ പോകണമെന്നുള്ളത്. കാരണം തിര വലുതാൻ തോറും
അതെ, തിര വലുതാകും തോറും അതിന്റെ വാഷിംഗ് മെഷീനും കൂടെയാണ് സ്ട്രെങ്ത്. നമ്മൾ വീഴുമ്പോഴുള്ള വാഷിംഗ് മെഷീൻ മനസ്സിലായി. നമ്മൾ വാഷിംഗ് മെഷീൻ എന്ന് പറയും. കാരണം നമ്മൾ അടിച്ചു കറങ്ങി കറങ്ങി എടുക്കില്ല തിര. അടിച്ചു വരുന്ന അതെ അതെ. അത് അപ്പം ഇപ്പൊ ഈ പറഞ്ഞ ഇങ്ങനെ ഈ സർഫിങ്ങിന് നമ്മളുടെ കടപ്പുറത്ത് ചെയ്യുന്ന സർഫിങ്, നമ്മുടെ കടലിൽ ചെയ്യുന്ന സർഫിങ്ങിനും അറ്റ്ലാന്റിക്കിൽ ചെയ്യുന്ന സർഫിങ്ങിനും വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അറ്റ് ദ മെയിൻ ടൈം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ പോർച്ചുഗൽ ഹാസ് an incredible surfing style, lifestyle ഉണ്ട്. But how do you think that we can bring that exact same surfing culture back to our coastal villages in Kerala? it's happening. It's happening. Already it's happening. Yeah, I was see some of them. So yeah. Yeah, and now especially in Kerala right now, Varkala is one of the booming surfing culture right now. So when I was there last time in India, like 2 months ago, it's like you can see the difference. How much people is involved in learning. കാരണം ഞാന് തുടങ്ങിയിട്ട് ഇപ്പോൾ 14 വർഷമായി സർഫിങ്. സോ ആ ടൈമിൽ തുടങ്ങുമ്പം ഫുൾ ഇന്ത്യക്കകത്ത് ഒരു 100-നകത്ത് ലെസ് ദൻ 100 പീപ്പിൾ സർഫ്. അതായത് ഇതുപോലെ എല്ലാരും ആൾക്കാർ, പക്ഷെ എവരിബഡി നോസ് ഈച്ച് അതർ. കാരണം ആ ഒരു സർഫ് കൾച്ചർ അത്രയ്ക്ക് സ്മോൾ ആയിരുന്നു. ഒരു കയ്യിൽ എണ്ണാന്നുള്ള അത്ര സർഫിംഗ് സ്കൂൾസും ക്ലബ്സും ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ. ഒരു കൂടിപ്പോയ ഒരു 30-നകത്ത്. പക്ഷെ ഇപ്പം ഒരുപാടുണ്ട്, ഒരു 100 അടുപ്പിച്ചുണ്ട് ഇപ്പം. പക്ഷെ എന്നാലും ഈ കണ്ടിന്യൂസ് ആയിട്ട് സർഫ് ചെയ്യുന്ന സർഫേഴ്സ് ഇപ്പം എനിക്ക് തോന്നുന്നു സ്റ്റിൽ ലെസ് ദൻ 200. അത്ര ഹോൾ ഇന്ത്യക്കകത്ത്, ഫുൾ ഇന്ത്യക്കകത്ത്. അപ്പം അതിൽ തന്നെ ഡൊമസ്റ്റിക്കലി ഇപ്പൊ ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് പേര്. കാരണം പെട്ടെന്ന് ഈ സോഷ്യൽ മീഡിയ വഴി സർഫിംഗ് ബൂമായി, അഡ്വർടൈസ് ആഡ്. അതെ, അപ്പം കേരള, പിന്നെ കർണാടകയിൽ മാംഗ്ലൂരൊക്കെ മുഴുക്കിയൊക്കെ പോയി ഞാൻ കണ്ടപ്പോ ദിവസം വരുന്നതാണ് 100-400-500 പേര് വരുന്നുണ്ട് സർഫിങ്ങിന് വേണ്ടി മാത്രമായിട്ട്. അതെ, അപ്പൊ Varkala also now we have a Kerala Surf Association. We are trying to promote this culture, bringing in. കാരണം ഈ ഒരു കൾച്ചർ നമ്മുടെ കൾച്ചറിലോട്ട് മിക്സ് ചെയ്യണം. പുതിയ ജനറേഷനിൽ പിള്ളേരൊക്കെ പഠിച്ച് അവർക്കും ഓപ്പൺ മൈൻഡ് ആവും. കാരണം കൂടുതലും ഈ സർഫ് കൾച്ചർ എല്ലാവരും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. So it's really nice to connect with people. കാരണം you never know what kind of people you meet and everybody is super nice. കാരണം ഇതിൽ ഏജ് ഡിഫറൻറ് ഇല്ല. പിന്നെ എന്താ പറയേണ്ടിട്ട് ജോബിൽ ആരാണ് വലുത് ആരാണ് ചെറുത് അങ്ങനെ ഒന്നുമില്ല. കടലിൽ എല്ലാരും, നമ്മളെല്ലാരും സെയിം തന്നെയാണ് കടലില്. ഒരു കരവന്ന് അടിച്ചാൽ സെയിം അടിയും എല്ലാവരും കിട്ടും. അതുകൊണ്ട് അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന് വലിയ ഒരാളെ വലുതാക്കി ചെറുതായി കാണാൻ പറ്റില്ല. എല്ലാരും കടലിൽ കിടക്കുമ്പോൾ ഒരു നല്ല ചാറ്റിങ്, എന്താ പറയണ്ടിട്ട് അതിന് ശേഷം വന്നതിന് ശേഷം എല്ലാരും ഭയങ്കര കാമാണ്. കാരണം ഈ കടലിൽ എല്ലാരും ക്ലീൻ ചെയ്യാണ് ഫുള്ളും. സോ എവരിബഡി ഈസ് ലൈക്ക് ഫീലിംഗ് ഹാപ്പി ആഫ്റ്റർ. ഒരു തിരയെടുത്തിട്ട് അച്ചീവ് ചെയ്ത് വരുമ്പോൾ ഒരു ഫീലിംഗ്. ഒരു ഗുഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ കടലിൽ പോകുമ്പോ എല്ലാരും കടലമ്മയ്ക്ക് ഒരുപോലെയാണെന്നുള്ളത് നമ്മൾ ഒന്ന് റിഫ്രഷ് ആയി റിജുവിനേറ്റ് ആയി തിരിച്ചു വരുന്നു എന്നുള്ളത് ഒരു ഗുഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പോർച്ചുഗലിലെ നസാരെ പെനീച്ചെ അല്ലെ, അങ്ങനെയുള്ള കടൽ തീരങ്ങളൊക്കെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സർഫിംഗ് സ്റ്റേഷനുകളാണ്. പക്ഷെ ഈ ഗ്രാമങ്ങളൊക്കെയും പണ്ട് അവര് ഈ ഫിഷർമെൻ ഗ്രാമങ്ങളായിരുന്നു പണ്ട്. പിന്നീട് അവര് ലോകത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അവർ അതിനെ പോർച്ചുഗൽ ടൂറിസം അല്ലെങ്കിൽ സർഫിംഗ് ടൂറിസം ആയിട്ട് മാറ്റിയെടുത്തതാണ്. സോ ഇതുപോലെയുള്ള ഒരു ചേഞ്ച് ഇപ്പൊ നമുക്ക് പുതിയ ഗവൺമെന്റ് ഒക്കെ വന്നു നമ്മുടെ കേരളത്തില്. അപ്പൊ അവര് കുറച്ച് ടൂറിസത്തിലൊക്കെ നല്ലതായിട്ട് മാറ്റം കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കൊണ്ടുവരും അവരെന്തായാലും ഒത്തിരി മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഒരു വിപ്ലവം, ഒരു റെവല്യൂഷൻ പോലെ ടൂറിസത്തില് ഈ നമ്മളുടെ ഈ വർക്കല, ഇപ്പൊ മാൻസൺ പറഞ്ഞതുപോലെ വർക്കലയുള്ള കാപ്പില്, പിന്നെ ബ്ലാക്ക് ബീച്ച്, അതുപോലെ കോവളം, അതുപോലെയുള്ള നമ്മളുടെ ഓൾ അറൌണ്ട് കേരളയിലുള്ള മറ്റു ബീച്ചുകളിലും ഇതുപോലെയുള്ള മത്സ്യബന്ധന ഗ്രാമങ്ങൾ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലിനെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരുന്ന ഗ്രാമങ്ങള് ഇതുപോലെ ടൂറിസം, ഈ ഒരു സർഫിംഗ് ടൂറിസമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ അതിന് നമുക്ക് പോർച്ചുഗലിലുള്ള പല സർഫിംഗ് സ്പോട്ടുകളെയും നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്ക് കൊണ്ടുവന്ന് എങ്ങനെ നമുക്ക് പരസ്പരം അവരെ എങ്ങനെ നമുക്ക് കൈകോർത്ത് പിടിക്കാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പോർച്ചുഗൽ മോഡല് കേരളത്തില് കോവളവും വിഴിഞ്ഞുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് വൈസ് ആയിട്ട് നമ്മളിപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാതെ ഗവൺമെന്റ് വൈസ് ആയിട്ട് അത് നമുക്ക് എങ്ങനെ ചെയ്യാം, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ ഐഡിയ? അതെ, ഇത് മെയിൻലി പ്രൊമോഷൻ ആണ് നമുക്ക്. കാരണം എന്താ പറയാ, നമ്മളെ ഫ്രണ്ട്സ്, എനിക്ക് ഒരുപാട്
ഫ്രണ്ട്സ് ഇന്റർനാഷണൽ ഉണ്ട്, സർഫിംഗ് വേൾഡിൽ കൂടെ ഞാൻ പരിചയപ്പെട്ട ആൾക്കാർ. അപ്പം ഈ നമുക്കിവിടെ വിന്റർ വരുമ്പോൾ നോർമലി വിന്റർ ടൈമിൽ എല്ലാവരും ട്രാവലിംഗ് ആണ്. കൂടുതൽ പേര് പോകുന്നത് ശ്രീലങ്കയിൽ പോകും, മാൽദീവ്സിൽ പോകും, അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ പോകും സർഫിങ്ങിന് വേണ്ടി, ഫിലിപ്പീൻസിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരെ പോകുന്നത്. ആർക്ക് ഇന്ത്യനെ കുറിച്ച് അധികം അറിയില്ല. സോ നമ്മൾ സംസാരിക്കും ചുമ്മാ, ഇവര് കാണിച്ചു കൊടുക്കും ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത്, ഇതാണ് നമ്മുടെ അവിടുത്തെ തിര. ഇതൊക്കെ കാണുമ്പോൾ ഇവർ ഞെട്ടും, ഓ ഇത്രയ്ക്ക് തിരവുണ്ട് ഇന്ത്യയിൽ. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ മുഖേന അവിടെ വരുന്ന ഒരുപാട് പേരുണ്ട് സർഫിങ്ങിന്, നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ സംസാരത്തിലൂടെ ഈ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്ന ദൂരമാണ് ആൾക്കാർ കാണുന്നത്. അല്ലെങ്കിൽ ആർക്കും അറിയില്ല. കാരണം ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി മൈൻഡ് വരുന്നത് ശ്രീലങ്ക, അവിടെയാണ് ഒരുപാട് സർഫിങ്. അല്ലെങ്കിൽ ഇവർ പെട്ടെന്ന് ഇന്ത്യനെ കുറിച്ച് ചിന്തിക്കില്ല ആൾക്കാർ, പോകാത്തവർക്ക് അറിയില്ല. പക്ഷെ അവിടെ പോയി സർഫ് ചെയ്തുള്ളവർക്ക് അറിയാം, ഇവരെല്ലാ വർഷവും പോകും. കാരണം നമ്മളവിടെ ആൾക്കാർ കുറവാണ് കടലിൽ. കാരണം ഈ സർഫിംഗ് എന്ന് പറയുന്നത് ഒരു 50 പേര് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഒരു തിര വന്നു കഴിഞ്ഞാൽ ഒരാൾക്കേ സർഫ് ചെയ്യാൻ പറ്റും. സോ അപ്പം ഈ നമ്മൾ കൂടുതൽ ഈ സർഫ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് എവിടെയാണോ ആൾക്കാർ കുറവ് അങ്ങനത്തെ ഏരിയയിൽ പോയിട്ട് സർഫ്, എങ്കിൽ നമുക്ക് ഒരുപാട് തിര കിട്ടും, തിര സർഫ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റിംഗ് ക്യൂ ലോങ്. അപ്പം നമ്മള് കേരള കോസ്റ്റില് ഒരു 700 കിലോമീറ്റർ അടുപ്പിച്ച് കോസ്റ്റലുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് തിര അടിക്കുന്നുണ്ട് പലയിടത്തും. അല്പം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിര കിട്ടും. പക്ഷെ നമുക്ക് കറക്റ്റ് തിരയുടെ സീസണും കൂടെ വേണം. കാരണം ഇത് ഓൾ ഇയർ സെയിം അല്ല നമ്മളെ കേരളത്തില്. അപ്പൊ നമുക്ക് നോർമലി നല്ല തിര അടിക്കുന്ന സീസൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ ടൈമിലാണ് അപ്പൊ വലിയ തിര അടിക്കുന്നത് സാധാരണ സീസണല്ല. അപ്പം എന്നിട്ട് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മൺസൂൺ തിരയായിരിക്കും. പക്ഷെ നല്ല തിര അടിക്കും. പക്ഷെ ആ ടൈമിൽ ഈ ബീച്ചൊക്കെ ക്ലോസ് ആണ്. അപ്പൊ നമ്മളെ ബീച്ച് സർഫിങ്ങിന് അലൗഡ് അല്ല. കോവളത്തൊന്നും നമ്മൾ സർഫിങ്ങിന് അലൗഡ് അല്ല. നല്ല തിര അടിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോലീസ് ഇറക്കൂല, ലൈഫ് ഗാർഡ് ഇറക്കൂല. നമുക്ക് സർഫ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മൾ അലൗഡ് അല്ല. അതെ, അപ്പൊ അതും ഒരു ഭാഗമാണ്. കാരണം അതിനെന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം ആദ്യം. എങ്കിൽ ആ മൺസൂൺ ടൈമിൽ തന്നെ നമുക്ക് സർഫിങ്ങിന് വേണ്ടി ആൾക്കാർ വരും നല്ല തിര അടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ആ സമയത്ത് പോലീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് പോലീസിന് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർ ഇറങ്ങണ്ടെന്ന് പറയുന്നത് ഈ ആൾക്കാരെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതെ അതെ, സേഫ്റ്റി. കാരണം അത് ഒരു നല്ല കാര്യമാണ്. കാരണം നമ്മൾ ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും അവർക്ക് മാത്രമേ ഇറങ്ങുള്ളൂ, നമുക്ക് എന്തിനും ഇറങ്ങി കൊടുക്കില്ല. അപ്പൊ അങ്ങനെ ചെറിയൊരു കോൺഫ്ലിക്ട് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ റെസ്പെക്ട് ചെയ്ത് ഓക്കെ നമ്മൾ ആ ടൈമിൽ വർക്കിന് നല്ല തിരയടിച്ച് കഴിഞ്ഞാൽ അവിടെ പോകും സർഫ് ചെയ്യാൻ. അപ്പൊ നമുക്ക് കോവളത്തുനിന്ന് എത്ര ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ വണ്ടിയിൽ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പൊ അവിടെ പോയി സർഫ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി സർഫ് ചെയ്യും. ആ ടൈമിൽ നമ്മൾ തമിഴ്നാടൊക്കെ ഇല്ലേ, തമിഴ്നാടൊക്കെ സീസൺ ടൈമാണ്, അവിടെ സമ്മർ ടൈമാണ്, അവിടെ നല്ല തിരയടിക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകും, ചെന്നൈ, മഹാബലിപുരം, പോണ്ടിച്ചേരി ആ ഭാഗത്തോട്ടൊക്കെ പോയി സർഫ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഈസ്റ്റ് കോസ്റ്റിലോട്ടൊക്കെ. അപ്പം അവർക്കും സെയിം ആണ്. അവിടെ മൺസൂണിൽ അവരും ഈ ഫൈനറൊക്കെ ഇങ്ങോട്ട് വരും ആൾക്കാരൊക്കെ. അപ്പൊ നമ്മൾ ഫുള്ള് ഈ സർഫ് കൾച്ചറിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ഞാന് 2 months ago, ഒരു 1.5 months ago ഇവിടെ വരും മുമ്പ്, തിരിച്ച് പോർച്ചുഗലിൽ വരും മുമ്പ് ഞാൻ ബൈക്കിൽ ഞാനും എന്റെ ഗേൾഫ്രണ്ടും കൂടെ നമ്മളൊരു എന്താ പറയുക, നമ്മൾ കർണാടക മുൽക്കിയില്ലേ, അതായത് ഉടുപ്പി. അപ്പൊ ഫുള്ള് ബൈക്കിൽ സർഫ് ബോർഡുമായിട്ട് നമ്മളൊരു സർഫ് ട്രിപ്പ് അടിച്ച് ഫുള്ളും കോസ്റ്റല്. നമ്മൾ അവിടെ നിന്ന് കോവളത്തുനിന്ന് അങ്ങ് അറ്റ വരെ ഫുള്ളും കോസ്റ്റല് ബൈക്കില്. അപ്പം പോകുന്ന വഴിക്ക് നമ്മള് 2-3 സ്പോട്ടൊക്കെ കിട്ടി. നല്ല തിരയടിക്കുന്ന ദിവസമായിരുന്നു. അപ്പൊ ഞാൻ ആലപ്പുഴയിൽ ഒരു റിവർ മൗത്തിൽ ഇറങ്ങി സർഫ് ചെയ്ത്, കൊച്ചിയിൽ ഇറങ്ങി സർഫ് ചെയ്ത് തിരയടിച്ച്. അപ്പം ഇതുവരെ ആരും സർഫിങ് ചെയ്യാത്ത, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങി ഞാൻ അടിപൊളി കൊള്ളാം അങ്ങനെ സർഫ് ചെയ്ത് എല്ലാ സ്പോട്ടും സേവ് ചെയ്ത് പോയി. കാരണം ഇതും നമ്മുടെ സർഫിംഗ് പ്രൊമോഷന്റെ ഒരു ഭാഗമായിട്ടാണ്. നമ്മളെ കേരള സർഫ് അസോസിയേഷന്റെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ് ആണ് എല്ലാവരും നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ട്, ഞാൻ എല്ലാവരും ഇത് ഒരു ലിസ്റ്റ് ചെയ്താം, എവിടെയൊക്കെ തിരയടിക്കുന്നു, എവിടെയൊക്കെ എങ്ങനെ തിരയടിക്കുന്നു, ഏത് ടൈഡാണ് ബെറ്റർ, അങ്ങനത്തെ ഒരു ലിസ്റ്റ്, ഒരു ചെറിയൊരു പ്രൊഫൈൽ, ഒരു പ്രോജക്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയി. അങ്ങനെ നമുക്ക് ഒരുപാട് സ്പോട്ട് കണ്ടെത്താൻ പറ്റി, നല്ല ബീച്ചൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മളെ കേരള കോസ്റ്റ് ഫുള്ള് ഒന്ന് അറിയാൻ പറ്റി. അത് ഒരു പുതിയൊരു ഇതാണ്, എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് ചെയ്യണം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എത്ര വർഷം പെട്ടെന്ന് അങ്ങനെ ടൈം കിട്ടി ചെയ്തു. ഒരു അഡ്വഞ്ചറസ് ആയിരുന്നു അത്. അപ്പൊ നമുക്ക് എവിടെയൊക്കെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പക്ഷെ ഒരു സാഡ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ഗാർബേജ് സിറ്റുവേഷൻ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമാണ് എനിക്ക്. കാരണം ഞാൻ ആലോചിച്ചു, ഇവിടെയൊക്കെ ടൂറിസം വരണമെങ്കിൽ ഇതൊക്കെ ഒന്നുകൂടെ നമ്മുടെ എന്താ പറയണ്ടിട്ട് ഒരു എൻവയൺമെന്റ് ചെയ്ത് കഴിഞ്ഞാലേ അപ്പൊ ആൾക്കാർക്ക് വരാൻ പറ്റൂ. അല്ലെങ്കിൽ അത് കാണുമ്പം ചിലപ്പോ ലോക്കലി ഡൊമസ്റ്റിക്കലി ഓക്കെ, പക്ഷെ ഇന്റർനാഷണൽ ആരെങ്കിലും വരുമ്പോ അത് കാണുമ്പോൾ തന്നെ അവര് തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ പറയാം അവിടെ ഞാൻ പോയിരുന്നു, പക്ഷെ ഫുള്ള് ഗാർബേജ് ആയിരുന്നു. പിന്നെ അവർ പറയുമ്പോൾ തന്നെ അത് ഡീമോട്ടിവേറ്റ് ആണ് അടുത്ത ആൾക്ക്.
അപ്പം അവര് പറയുന്നത് അടിപൊളി ബീച്ചായിരുന്നു, നമുക്ക് സർഫ് ചെയ്ത് നല്ല അടിപൊളി എൻജോയ്മെന്റ്, നല്ല ക്ലീൻ എൻവയോൺമെന്റ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആൾക്കാർ ഇൻട്രസ്റ്റഡ്, അവർക്ക് വരാൻ തോന്നും വീണ്ടും വീണ്ടും. പിന്നെ അവര് മുഴുവൻ അടുത്ത ആൾക്കാർ വരാൻ തുടങ്ങി. സോ പതുക്കെ പതുക്കെ കയറി വരും. അപ്പൊ ആ ഒരു സാഡ് ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് നോർമൽ ആയതുകൊണ്ട്. സോ ഐ വിൽ എൻജോയ് ബിക്കോസ് ഫോർ മീ അത് അടിപൊളിയായിരുന്നു. നല്ല ബീച്ച് പറയുമ്പോൾ ആൾക്കാർ കുറവായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു കൾച്ചർ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മളുടെ ഇതിനെ മാറ്റണ്ട. ഇല്ലാത്തതൊന്നും അല്ല അല്ല ഉറപ്പായിട്ടും. പക്ഷെ എന്നാലും ബ്യൂട്ടിഫുൾ. അതെ അതെ അതെ, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് എല്ലാം. അറിയാവുന്നതെന്ന് പറയുന്നത് അങ്ങനെ ആൾക്കാരുടെ മനസ്സിലൊരു ചിന്ത വരണ്ട. എന്ന് പറയുമ്പോഴത്തേനും അവരുടെ പരിസരം വൃത്തികേടായിട്ട് ഇട്ടിരിക്കുന്ന അങ്ങനെയൊന്നും അല്ല. അല്ല ഉറപ്പായിട്ടില്ല. അതെ അതെ ഉറപ്പായിട്ടില്ല. അതെ കാരണം ഇവിടെ വന്നതിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ പോയി. കുറച്ച് വർഷം ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് കൾച്ചർ ഷോക്ക് ഉണ്ടായി. അവിടെ പോയി അയ്യോ പെട്ടെന്ന് ഇതൊക്കെ കണ്ടിട്ട് ക്ഷീണിച്ചിട്ട് നമ്മളെ നാട്ടിൽ പോയി കാണുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതും അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇപ്പം എന്റെ അടുത്ത് ഒരുപാട് ഇവിടെ ഫ്രണ്ട്സ് ചോദിക്കും ഏതാണ് യു ലൈക്ക് ഇറ്റ്, പോർച്ചുഗൽ ആണോ അതേതാണോ ഇങ്ങനെ ചോദിക്കും. ഞാൻ സോറി, രണ്ടും എനിക്ക് ഇഷ്ടമാണ്. രണ്ടും അതിന്റെ രീതിയിൽ ഗുഡ് ഇൻ ദ ഓൺ വേ. കാരണം കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കമ്പയർ ചെയ്യുന്ന രണ്ട് ഭാഗത്തുനിന്ന് ഒരുപാടുണ്ട്. പക്ഷെ ഐ ഡോണ്ട് വാണ്ട് ടു. ബിക്കോസ് ഞാനിവിടെ പോർച്ചുഗലിലുള്ളപ്പോൾ ഐ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ് ഹിയർ, വർക്ക് വൈസ് ഫ്രണ്ട്സ് വൈസ് എവറിത്തിങ്. എന്നിട്ട് ഇന്ത്യയിലുള്ളപ്പോൾ അവിടെ ഓൾസോ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. അതാകുമ്പോ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലൈന്റ് ഉണ്ടാവുന്നത്. ഞാൻ രണ്ടും അതെ, അതാകുമ്പോ ഞാൻ നടുക്കിൽ നിന്നോണ്ട് രണ്ടും നമ്മളെ തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ പഠിക്കുന്ന കാര്യം. പോർച്ചുഗലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഈ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറില്ലേ പോർച്ചുഗലിലെ വിശേഷമൊക്കെ ചോദിക്കാറില്ലേ? അപ്പൊ അവര് ഇങ്ങനെ ഈ പണ്ടത്തെ ആൻസൺ അല്ലെങ്കിൽ പണ്ട് ആ 15 വയസ്സ് സ്കൂളിൽ പഠിച്ച് ചുമ്മാ ഇങ്ങനെ കടപ്പുറത്തൂടെ നടന്ന ആ ആൻസന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും അവരിങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ആൻസറിനോട് ചോദിക്കുന്നത്? പോർച്ചുഗലിലെ വിശേഷങ്ങള് അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പറയുമ്പോഴത്തേനും അതൊക്കെ ആയിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ നാട്ടിൽ പോകുമ്പം വിളിഞ്ഞിട്ട് പോയി പയന്മാരോ അല്ലെങ്കിൽ എല്ലാവരും കാണും. പിന്നെ വർഗീസ് ഇവിടെ എത്തുന്നുണ്ട്. വർഗീസും ആക്ച്വലി ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ എന്റെ ബോസ് പറഞ്ഞില്ലേ അല്ലെ, അവൻ ലിസ്ബണിൽ അവരെ കൂടെ താമസിച്ചു. ഇല്ല ഇല എന്ന് പേരിടാൻ കാരണം അവൻ നമ്മള് ആക്ച്വലി അലൈ എന്ന് വിളിക്കായിരുന്നാണ്. അലൈ തമിഴില് അലൈ എന്ന് പറയുമ്പോ തെര, അതന്നെ അലൈ. അപ്പൊ അത് അങ്ങനെ ഇടായിരുന്നതാണ്. പക്ഷെ അന്ന് അവന്റെ അമ്മ ജാസ്മിന് ഇത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അവള് ഇല എന്നാക്കാം. അങ്ങനെ ഇല്ലാണ്ടാക്കിയത്. അതെ, പിന്നെ അതെ അലയെന്ന് വിളിക്കാനാണ് പ്ലാൻ. അലയെന്ന്. അപ്പം അതിന് ഇലായായി. പിന്നെ ഇവൻ സംസാരിച്ചു തുടങ്ങി. ആദ്യമായിട്ട് ഇവന്റെ പേര് പറഞ്ഞു ഇവ അലയെന്ന് പറയും. അതെ അലയെന്ന് പറയുമ്പോ തരമാല. കാരണം എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ വിഴിഞ്ഞം തമിഴ് മിക്സ് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. അറിയത്തില്ല. എന്റെ അച്ഛൻ പുതിയതറയെന്നാണ്. എന്റെ അച്ഛൻ പുതിയതറയുള്ളതാണ്. ഞാനും തമിഴ് നന്നായിട്ട് സംസാരിക്കും. അതന്നെ സെയിം തിങ്. കാരണം നമ്മൾ അത്രയും ബോർഡറിന് അടുത്തുകൂടെ കിടക്കുകയാണ് നമ്മളിപ്പം. പറഞ്ഞു വന്നത് നമ്മുടെ വർഗീസിനെ കുറിച്ചാണ്. അതെ, വർഗീസും ഉണ്ട്. ആക്ച്വലി വർഗീസ് എരിശേലത്തുന്നുണ്ട്. എരിശേലയില് ലിസ്ബണിന്റെ അവിടെ. അപ്പം വർഗീസ് ജോലി എന്ന് പറയുന്നത് അവന് സർഫിംഗ് ഫാക്ടറിയിൽ സർഫ് ബോർഡ് നിർമ്മിക്കലാണ് അവന്റെ ജോലി. അതെ അതെ. സോ we always talk, we always see each other as well. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സൗത്തിലാണ്, അവൻ നിൽക്കുന്നത് ലിസ്ബണിലാണ്. സോ അവിടെ നിന്ന് ഒരു 3.5 മണിക്കൂർ കാറില് ഡിഫറൻസ് ഉണ്ട് ഡ്രൈവിംഗ്. അതെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും. അല്ലെങ്കിൽ വർഗീസ് അങ്ങോട്ട് വരാൻ ഞാൻ അങ്ങോട്ട് പോകും. ഫ്രണ്ട്സ് എല്ലാ ടൈമുള്ള പോലെ. അതെ. അപ്പൊ ഇത് നമ്മൾ ഭാവിയിൽ നമ്മളിപ്പോ പോർച്ചുഗലിലെ സർഫിംഗ് ക്ലബ്ബുകളും കേരളത്തിലെ തീരദേശമായിട്ട് ഇങ്ങനെ നമ്മളിപ്പോ ഈ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ട് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ നമുക്ക് ഈ സർഫിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധ്യതയൊക്കെ ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് പോർച്ചുഗലില് ഒരുപാട് നല്ല സർഫേഴ്സ്മാരുണ്ട്. കാരണം ഇവിടെ കൾച്ചറലി ഇവര് ജനിച്ചു വളർന്നത് തന്നെ സർഫിംഗ് കൾച്ചർ ആയതുകൊണ്ട് ഇവര് സർഫ് ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഒരുപാട് പേരത് പ്രൊഫഷണൽ ലെവലില്. അപ്പൊ നമ്മുടെ 2-3 ഫ്രണ്ട്സൊക്കെ നല്ല പ്രൊഫഷണൽ ആയിട്ട് സർഫ് ചെയ്യുന്നവരൊക്കെ ഇന്ത്യയിൽ പോയി അവിടെ ട്രെയിൻ ചെയ്യാറുണ്ട് പിള്ളേരൊക്കെ. അതെ, അപ്പൊ അവര് വരുമ്പോ അവരുടെ നോളജ് ഷെയർ ചെയ്യണം അവിടെ. അപ്പൊ ഇതുപോലെ ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ മൈൻഡുള്ള ഒരുപാട് ആൾക്കാർ സർഫേഴ്സ് ഉണ്ട്. ഈ സർഫർ മൈൻഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റികളെ ഹെൽപ്പ് ചെയ്യുക, പൂർ കമ്മ്യൂണിറ്റികള് പല രാജ്യത്ത് പോയി പലയിടത്തൊക്കെ പോയി. അപ്പൊ ഇവരുടെ മൈൻഡ് സെറ്റ് അങ്ങനത്തെയാണ്. അപ്പൊ ഇവർക്ക് നമ്മളെ സ്റ്റോറി കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര സിമ്പത്തറ്റിക് ആവും. പിന്നെ ഐ ഓൾസോ വാണ്ട് ടു കം ദേർ ആൻഡ് ഷെയർ മൈ നോളജ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ ഫ്രണ്ട്സ്.
അപ്പം ഡെഫിനറ്റ്ലി അത് പോസിബിൾ ആണ്. അപ്പൊ ഇവർ വന്ന് നമ്മുടെ കൾച്ചർ കണ്ട് ഇവർ വരുന്നത് തന്നെ ഈ സർഫിംഗ് വേണ്ടി മാത്രമല്ല, നമ്മുടെ കൾച്ചറിന് വേണ്ടി കൂടാണ്. കാരണം ഇവര് വരുന്നത്, ഇവര് കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അവിടുത്തെ ഫുഡ്, ആൾക്കാരുടെ എന്താ പറയുക ഹോസ്പിറ്റാലിറ്റി, സ്നേഹം, ഇതൊക്കെ കാണുമ്പോൾ ഇവര് എമോഷണലി ഭയങ്കര ഇതാണ്, എമോഷണൽ ആവും ഇവരൊക്കെ. അതെ, പിന്നെ ഇവര് വീണ്ടും വീണ്ടും എല്ലാ വർഷവും വരും. ഇതാണ് സംഭവിക്കുന്നത്. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ അതാണ്. പിന്നെ ഈ ഫ്രണ്ട്സ് മുഖേന അവര് പോകുമ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നു. നമ്മൾ പോകുമ്പോൾ നമ്മൾ പിന്നെ അവിടെ പോയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ സ്റ്റോറി ഒക്കെ ഇടുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ട്സെ കാണുക, ഓ മാൻ, ഇന്ത്യ ആക്ച്വലി സോ ബ്യൂട്ടിഫുൾ, ഹൗ, ഇവരൊക്കെ മൈൻഡ് ബ്ലോൺ ആവും പെട്ടെന്ന്. ഉദാഹരണത്തിന് ഇപ്രാവശ്യം എന്റെ ഒരു ഫ്രണ്ട്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന പയ്യൻ ബിയോൺ എന്ന് പറയും, അവൻ ജർമ്മൻകാരനാണ്. അവന് 20 വയസ്സ് 21 വയസ്സായ പയ്യനാണ്. അപ്പൊ ഇവൻ യൂറോപ്പ് വിട്ട് വരെ പുറത്തു പോയിട്ടില്ല. അപ്പൊ ഇവൻ എന്റെ അടുത്ത് ചോദിച്ചു, ആൻസാ എനിക്ക് വിന്ററിൽ പ്ലാൻ ഇല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പ്ലാൻ ഇല്ലെങ്കിൽ ഇന്ത്യയിലോ എന്റെ കൂടെ അങ്ങോ നമുക്ക് ഇന്ത്യയിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ ഇവന് ഭയങ്കര പേടി, ഓ ഇന്ത്യ അയ്യോ അത് ഇത് ആദ്യമായിട്ട് ക്ലാസ്സില് എന്റെ അമ്മ വെച്ചൊരു പോർച്ചുഗലിന്റെ വേണ്ടി സംസാരിച്ചു. അങ്ങനെ ബിയോൺ ഡിസൈഡ് ചെയ്ത് ഇന്ത്യയിൽ വരണതാണ്, ടേക്ക് കെയർ. അമ്മ അപ്പൊ ഡോ വറി, ഞാൻ നോക്കിയോളാം. അങ്ങനെ ബിയോൺ എന്റെ ഇപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ടൊന്ന് യൂറോപ്പ് വിട്ട് ആദ്യമായിട്ടൊക്കെ ഇന്ത്യയിൽ. അപ്പൊ അവന്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അവൻ ആദ്യമായിട്ട് വരുന്നത് തന്നെ അവന്റെ ആ ഒരു ഫിയറൊക്കെ മാറ്റാം അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഇത് നമ്മളെ നാട്, ഇന്ത്യ വാ. അപ്പൊ ലാസ്റ്റ് അവൻ അത്രയും ഹാപ്പിയാണ് അവിടെ 1 മാസം. ഞാൻ പറഞ്ഞു, മാൻ ഐ എം ഡെഫിനറ്റ്ലി ഗോണ കം ബാക്ക്. അപ്പം അത് കണ്ടപ്പോ തന്നെ എന്റെ ഇവിടുത്തെ പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ, ഈ ഇന്ത്യയിൽ പോണെന്ന് പറയുന്നതൊക്കെ പെട്ടെന്ന് ഇത് കണ്ടപ്പോ തന്നെ അവരുടെ മൈൻഡൊക്കെ റിലീഫായി. ഓ ഇന്ത്യ ഓക്കെയാണ്, നീ പറഞ്ഞ ഇന്ത്യ ഡിഫറെന്റ് ആണ്. അപ്പൊ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എനിക്ക് ഇതുപോലെ. അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് എനിക്ക് സംസാരിക്കുമ്പോൾ ഇവര് കേൾക്കുന്ന സ്റ്റോറിയിൽ ഇവർ ഇമാജിൻ ചെയ്യുന്ന ഇന്ത്യ വേറെ, എന്റെ കൂടെ വരുമ്പോൾ ഞാൻ അവർ കൂടുന്ന എക്സ്പീരിയൻസ് ഇന്ത്യ വേറെ. അവിടെ വരുമ്പോൾ അപ്പം സർഫിങ്ങിന് പോകും, രാവിലെ സർഫിങ്ങിന് പോകും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചില്ല് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ വൺസ് വീക്ക് അവിടെ ചെറിയ നമ്മൾ ഫ്രണ്ട്സിന്റെ അവിടെ ഈ ബാർബിക്യൂ അല്ലെങ്കിൽ ചെറിയ പാർട്ടി, നമ്മൾ ഈവന്റ് ഒരു സർഫ് എല്ലാവരും ഒരുമിച്ച് ഗ്യാതറിങ് വൺസ് വീക്ക്. സോ രാവിലെ എല്ലാരും കടപ്പുറത്ത് കാണും, എല്ലാരും ഹായ് പറയുന്നു, ചേച്ചിയുടെ കടയിൽ നിന്ന് ചായ അടിക്കുന്നു, തിരിച്ചു വരുമ്പോ പൊറോട്ട, ആ ഒരു ഇത് റുട്ടീൻ പോലെ ഡെയിലി. വേറെ എവിടെയും കിട്ടത്തില്ല, നമ്മുടെ അത് അത് രാവിലെ ഒരു കാലി ചായ കഴിച്ച്. ഈ കടലിൽ പോയി മീൻ പിടിക്കുക എന്ന പരമ്പരാഗതമായിട്ട് നമ്മളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ മുഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ പോവുക, മീൻ പിടിക്കുക, അതൊക്കെ ഇപ്പൊ മാറി. കാരണം നമുക്കിനി ഒരു അടുത്ത ജനറേഷൻ, ഞാനത് എപ്പോഴും സംസാരിക്കാറുണ്ട്, ഇപ്പൊ നമ്മുടെ ഒരു അടുത്ത ജനറേഷൻ പിള്ളേരെ ഒന്നും നമുക്കിനി മീൻ പിടിക്കാനൊന്നും കിട്ടത്തില്ല. കാരണം കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിഗ്രികളുള്ളതും നന്നായിട്ട് കൂടുതൽ പഠിക്കുന്നത് നമ്മുടെ കോസ്റ്റൽ ബെൽറ്റിലുള്ള കുട്ടികളാണ്. നന്നായിട്ട് കൂടുതൽ പഠിച്ച് പല പ്രൊഫഷണലുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇനി അടുത്തൊരു ജനറേഷൻ ഇനി എന്തായാലും മീൻ പിടിക്കുക എന്നുള്ള ഒരു പരമ്പരാഗത തൊഴിലിലേക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു കുട്ടികൾക്ക് ഈ സർഫിംഗ് ട്രെയിനർമാരായിട്ടോ അല്ലെങ്കിൽ ലൈഫ് ഗാർഡുമാരായിട്ട് ടൂറിസ്റ്റ് ഗൈഡുകളായിട്ടൊക്കെ ഒരു അന്താരാഷ്ട്ര തലത്തില് പിന്നെ നോട്ട് ഓൺലി ഇന്റർനാഷണൽ ലെവൽ ലൈക്ക് ഡൊമസ്റ്റിക് ലെവലിലും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കരിയർ, ഇതിങ്ങനെ ഒരു കരിയർ ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, നോട്ട് ഓൺലി നമ്മളുടെ പാരന്റ്സിന് അല്ലെങ്കിൽ നമ്മളുടെ പാരന്റ്സിന് മാത്രമല്ല, ഈവൻ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയില് നമ്മളുടെ ഗവൺമെന്റിനൊക്കെ ഇതൊരു പിന്നെ എന്താ പറയാ, അവർക്കും കൂടി ഇതൊന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതെങ്ങനെ നമുക്ക് എന്താണ് നമ്മളത് ചെയ്യേണ്ടത്? എന്റെ ഒരു അഭിപ്രായത്തിൽ കോവളം ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു സ്റ്റാർട്ടാണ്. കാരണം നമ്മളെ കോവളം സർഫ് ക്ലബിന്റെ ഈ എയിം എന്ന് പറയുന്നത് പാവപ്പെട്ട പിള്ളേർക്ക് ഇതിന്റെ ഹെൽപ്പിങ് ആണ്. ഈ നമ്മളെ സർഫ് ക്ലബിൽ കോവളത്ത് വരുന്നത് ഫുൾ ബെനിഫിറ്റ് പോകുന്നത് ഈ പൂർ കിഡ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അപ്പൊ നമ്മൾക്ക് ഈ സാറ്റർഡേ സൺഡേ ഇപ്പോൾ 10-20-25 പിള്ളേർ വരുന്നുണ്ട് ഈ കോസ്റ്റൽ ഏരിയ നമ്മുടെ സറൗണ്ടിങ്ങിൽ നിന്ന്. അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് സർഫിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ എയിം ഇവരെ പ്രൊമോട്ട് ചെയ്ത്, ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ സെയിം തിങ്. സോ വി വോണ്ട് ടു ഡു ദാറ്റ് ഫോർ ദം, ദ ന്യൂ ലൈഫ് സ്റ്റൈൽ ഫോർ ദം. കാരണം ഈ 25 പേരിൽ 15 പേരെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യും. ഒരു ചില ടൈം എത്തുമ്പോൾ തന്നെ ചിലർക്ക് ഈ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് അവർക്ക് വേറെ ലൈഫ് ചൂസ് ചെയ്തൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് എങ്ങനെ ഒരു 15 പേരെങ്കിലും പിടിച്ചിരിക്കും. അപ്പൊ ഈ 15 പേര് ഫ്യൂച്ചറിൽ അടുത്ത് 20-30 പേരെ ട്രെയിൻ ചെയ്യും, അല്ലെങ്കിൽ 50 പേര് ട്രെയിൻ ചെയ്യും. നമ്മൾ വന്നപ്പോൾ നമ്മളെ ബാച്ച് കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ നമുക്കെല്ലാം ഈ ലൈഫ് വന്നത് ഇതിൽ നിന്നാണ്, കോവളത്ത് ഈ സർഫിങ്ങിലൂടെയാണ്. കാരണം നമ്മളെ കോവളം സർഫ് ക്ലബ്ബാണ് കേരളത്തിൽ ആദ്യത്തെ സർഫിംഗ് അവിടെ തുടങ്ങുന്നത്, സർഫിംഗ് ക്ലബ്ബ്. സോ അതിനുശേഷമാണ് വർക്കല വന്നത്. അപ്പം അന്ന് ആ ടൈമിൽ ഞാൻ തുടങ്ങുന്ന ടൈമിൽ കോവളം സർഫ് ക്ലബ്ബും വർക്കലയിൽ സോളൻ സർഫ് എന്ന് പറയുന്ന ഒരു സർഫിംഗ് ഒരു ക്യാമ്പസ് സ്കൂൾ ഉണ്ട്. ഇത് 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വർക്കലയിൽ ഒരു 10-20 സ്കൂൾ എടുപ്പിച്ചിട്ടുണ്ട് അവിടെ. ഇപ്പം കോവളം സർഫ് ക്ലബ് മാത്രമേ ഉള്ളൂ. കാരണം വർക്കലയിൽ കൂടുതൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഐ തിങ്ക് കോവളം ഓൾസോ ഹാസ് വൺ ഓഫ് ദി ബെസ്റ്റ് വേവ്സ്. അതാണ് വേറൊരു സംഭവം. കോവളത്ത് ആൾക്കാർ കുറവാണ് സർഫിംഗ് പോകണമെങ്കിൽ. നല്ല തിരടിക്കുന്നു, ആൾക്കാരും കുറവാണ് അവിടെ.
So we are doing that, and also one of the other thing what I did to the coastal when I did my trip, also getting how we call it, finding a place where the waves are at and finding that community surrounding area. കാരണം ഫ്യൂച്ചറിൽ ഗവൺമെന്റ് മുഖേന എന്തെങ്കിലും ഹെൽപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സർഫ് ക്ലബ് അല്ലെങ്കിൽ ഒരു സർഫ് സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടത്തെ ഉള്ള പിള്ളേരെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 വർഷത്തിൽ അവര് ഒരു പ്രൊഫഷണൽ ലെവലിലെത്തും. ഓ, ഐ ക്യാൻ ഹിയർ യു. നേരത്തെ ആൻസൺ പറഞ്ഞ ആ ഒരു ഇതുമായിട്ട് ഞാൻ അതിപ്പോ അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് നേരത്തെ ആൻസൺ പറഞ്ഞു, ആൻസൺ ഒരു ട്രിപ്പ് ചെയ്തപ്പോഴത്തേനും ആൻസൺ ആ സ്ഥലങ്ങളൊക്കെ സേവ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. നമുക്കപ്പോ ഇത് നമുക്ക് ഇപ്പോഴും നമ്മുടെ ഈ ഗവൺമെന്റിന് നമുക്ക് ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് വെക്കാം. കാരണം ഈ ഒരു സ്ഥലങ്ങളൊക്കെയും ഒന്ന് ക്ലീൻ ചെയ്യുക, 2 പിന്നെ ആ സ്ഥലങ്ങള് ഒരു സർഫിംഗ് ക്ലബ്ബ് അവിടെ തുടങ്ങുക. എന്നിട്ട് ഇത് നമ്മുടെ പോർച്ചുഗൽ പോലുള്ള യൂറോപ്പിലുള്ള സർഫിംഗ് ക്ലബ്ബുകളുമായിട്ട് ഇതൊരു കണക്ട് ചെയ്ത് ഇതെങ്ങനെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ആയിട്ട് കൊണ്ടുവരാമെന്നും, പിന്നെ ഈ അവിടെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു ഈ ട്രെയിനേഴ്സ് ആയിട്ട് അതൊരു അവരുടെ ഒരു കരിയർ ആയിട്ട് എങ്ങനെ ഇത് തെരഞ്ഞെടുക്കാവുന്നതിനെ കുറിച്ച് ഒരു എന്താ പറയാ ഒരു പ്രോഗ്രാം ആയിട്ട് തന്നെ അതിനെങ്ങനെ കൊണ്ടുവരാമെന്നും നമുക്കത് ഗവൺമെന്റിന് തന്നെ നമുക്കൊരു റിക്വസ്റ്റ് വെക്കാം. അതെ, ആ ഒരു പ്ലാൻ നമ്മുടെ കേരള അസോസിയേഷൻ ഉണ്ട് ഓൾറെഡി. ദാറ്റ്സ് വൈ വി വാണ്ട് ടു ഡു ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ. കാരണം നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഈ സർഫ് കൾച്ചർ, സർഫ് ടൂറിസം, അതായത് സർഫ് വില്ലേജസ്, വി വാണ്ട് ടു ക്രിയേറ്റ് സർഫ് വില്ലേജസ്. അപ്പം ഇതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. കാരണം ഈ എല്ലാവരും ടൂറിസത്തിൽ വരുന്നു പോകുന്നു, പക്ഷെ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് സർഫ് കൾച്ചർ ആയിട്ടുള്ള ഒരു പുതിയ പുതിയ വില്ലേജസ്. അപ്പൊ അങ്ങനെ അവിടെ ഒരുപാട് പേർക്ക് ജോലി ചെയ്യാൻ പറ്റും. ടൂറിസം വരുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നു. പിന്നെ ഈ സർഫിങ്ങിന്റെ കൂടെ നമുക്ക് നീന്തൽ പഠിപ്പിക്കാൻ പറ്റും മെയിൻലി ആൾക്കാർക്ക്. കാരണം എങ്കിൽ ഒരുപാട് ലെസ് ഡ്രൗണിങ് ഹാപ്പൻസ്. കാരണം ഒരുപാട് പേർക്ക് നമുക്ക് ഇത് പഠിപ്പിക്കും. പിന്നെ കടലിനോടുള്ള പേടി മാറ്റാൻ പറ്റും എല്ലാവർക്കും. അപ്പം ഈ വരുന്ന ജനറേഷനിലെ പിള്ളേർക്ക് അതാണ് ഫ്യൂച്ചർ പ്ലാൻ. പിന്നെ കൂടുതലും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് ഗേൾസ് ആണ്. കാരണം നമ്മൾ അവരും ഇതിൽ ഇറങ്ങി ഇതും ചെയ്യണം. കാരണം നമ്മൾ ഇന്ത്യയിൽ സർഫർമാരുണ്ട്, പക്ഷെ ഗേൾസ് സർഫർമാർ അധികം കഴിവിലുണ്ടെന്നുള്ള കുറച്ചുപേരേ ഉള്ളൂ. കാരണം അവര് പിടിച്ചു നിന്നുകൊണ്ടിരുന്ന ഒരു പ്രൊഫഷണൽ ലെവലിലെത്തി അവിടെ. അപ്പൊ അതുപോലെ നമ്മൾ ഒരുപാട് ഗേൾസ് ഉണ്ട് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുണ്ട്. ചിലപ്പോൾ വീട്ടിന്റെ ബുദ്ധിമുട്ട് കൊണ്ടും വീട്ടുകാരുടെ ഇതുകൊണ്ട് അവർ വിടൂല. അപ്പൊ നമുക്ക് ഇതുപോലെ കൊച്ചു മക്കളെ ഇപ്പോഴേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവര് ഒരു 10-15 വയസ്സാകുമ്പോൾ പ്രൊഫഷണൽ രീതിയിലെത്തും. അപ്പൊ ഈ കൊച്ചു മക്കളൊക്കെ ആകുമ്പോൾ ഇവർക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇവർക്ക് പെട്ടെന്ന് പഠിക്കും. കൊച്ചു മക്കളൊക്കെ ഇവരുടെ ടാലന്റ് അതാണ്. ഈ കൊച്ചു പിള്ളേരുടെയൊക്കെ അവര് പെട്ടെന്ന് പഠിച്ചെടുക്കും കാര്യങ്ങൾ. അപ്പൊ ഇവർക്ക് കടലിന്റെ പേടി മാറ്റിയെടുക്കാൻ പറ്റും തുടക്കത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ. അതുപോലെ നമ്മൾ കേരള കോസ്റ്റ് ഫുള്ള് നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇവരൊക്കെ ആയിരിക്കും അടുത്ത ആൾക്കാരൊക്കെ രക്ഷിക്കുന്നത് ആരെങ്കിലൊക്കെ മുങ്ങുമ്പോൾ. അത് ശരിയാ. പക്ഷെ ഇപ്പൊ ഈ നേരത്തെ ആൻസൺ മെൻഷൻ ചെയ്തായിരുന്നു ഈ സർഫിംഗ് ബോർഡിന് നല്ല എക്സ്പെൻസ് ഉണ്ടെന്നുള്ളത്. അത് പിന്നെ എങ്ങനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? കുട്ടികൾക്ക് നമുക്ക് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് റീസൈക്കിൾ ആണ് കൂടുതൽ. ഇപ്പം ഉദാഹരണത്തിന് ഈ സർഫിംഗ് ബോർഡിന്റെ ബിഗിനിങ് ഓൾ കെയിം ഫ്രം ഹിയർ നമ്മളവിടെ നാട്ടില്. അതെ, അപ്പം നമ്മൾ ഉദാഹരണത്തിനുള്ള ബോസ് ഇവരൊക്കെ വരുമ്പോൾ വർഷം വരുമ്പോൾ ഇവര് ഫ്രണ്ട്സ് ഡൊണേഷൻ ബോർഡ് അങ്ങനെ കൊണ്ടുവന്ന് അവിടെ ബോർഡ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇപ്പം ബോർഡിന് അത്ര പഞ്ചമല്ല. ഇപ്പം ബോർഡ് അത്യാവശ്യം കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടില്. അതുമല്ലാത്തണ്ട് അവര് സർഫ് ബോർഡ് മേക്കിംഗ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ചീപ്പായിട്ടുള്ള രീതിയിൽ. കൂടുതൽ പേരിപ്പം ട്രാവൽ ചെയ്യുന്നുണ്ട് സർഫർമാരൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ. ഇവര് ശ്രീലങ്ക പോകുന്നുണ്ട് അല്ലെങ്കിൽ ബാലി പോകുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു ബോർഡൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. അപ്പൊ നമ്മൾക്ക് ഫ്യൂച്ചറിൽ അവിടെ നമ്മൾ സർഫിങ് ബോർഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയും കൂടെ വേണം അവിടെ. കാരണം ഈ സർഫിങ് അവിടെ അത്ര ബൂമാകുമ്പം അതാണ് നമുക്ക് മിസ്സിംഗ് ആവുന്നത്. ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് സർഫിംഗ് ബോർഡിന്റെ നമ്മളവിടെ കൺസ്ട്രക്ഷൻ നമ്മളെ മെറ്റീരിയൽ എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക്. പക്ഷെ അതൊരു ഷേപ്പ് ചെയ്യാനുള്ള ഷേപ്പർമാർ വേണം, അത്രേ ഉള്ളൂ. പക്ഷെ അത് വേറെ സംഭവം. ഇവിടെ അത് ജോലിയായിട്ട് കിട്ടും. അത് ഫാക്ടറിയിൽ ഉദാഹരണത്തിന് പോർച്ചുഗൽ ഒരുപാട് നല്ല ഷേപ്പർമാരൊക്കെ ഉണ്ട്. സർഫിംഗ് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഷേപ്പ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് സ്പെസിഫിക് ആയിട്ട് ചെയ്യും വേണം. പിന്നെ സർഫിംഗിന്റെ എക്സ്പീരിയൻസ് വേണം. അതെങ്ങനെ സർഫിംഗ് റൈഡർമാർക്ക് അറിയാൻ പറ്റും അതിന്റെ രീതി. ഓരോ ബോർഡിനും ഓരോ ഷേപ്പ് ഉണ്ട്. ഓരോ ഷേപ്പിലുള്ള ബോർഡും ഓരോ രീതിയിലാണ് സർഫ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അവർ അത്തരമായിട്ട് പോകുന്നു ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ആ ബോർഡിൽ. ഓരോ ബോർഡിന്റെ ഷേപ്പ് അനുസരിച്ച് അതിന്റെ സർഫിംഗിന്റെ രീതി മാറും, സ്റ്റൈൽ മാറും. അപ്പം ആ ഒരു ഇത് അവർക്ക് പഠിക്കണമെങ്കിൽ ആ ഒരു സർഫിങ്ങിനോടുള്ള നോളജും കൂടെ വേണം. ഇപ്പൊ ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് സർഫിങ്. ഒരുപാട് പേര് സർഫിംഗ് ബോർഡ് റിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഫ്യൂച്ചറിൽ അതാണ് ഫ്യൂച്ചർ പ്ലാൻ ആസ് വെൽ. ഓൾസോ കേരള അസോസിയേഷൻ ട്രൈങ് ടു ഡു ഓൾ ദീസ്. നമ്മൾ സംസാരിക്കുന്ന സെയിം കേരള അസോസിയേഷന്റെ അതിന് ഒരു കമ്മിറ്റിയോ അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, കമ്മിറ്റി നമ്മൾ വർക്കറയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ഇയർ. ഒഫീഷ്യലി ഗവൺമെന്റ് അപ്രൂവ്ഡ്, ഒഫീഷ്യൽ എവറിത്തിങ് ഈസ് ദേർ നൗ.
അപ്പം അതില് നമ്മൾ ഒരുപാട് അംഗങ്ങളുണ്ട്, ഒരുപാട് പേര് അതിൽ ഇൻവോൾവ് ആണ്. എല്ലാം ഫ്രണ്ട്സ് ആണ്, നമ്മളെല്ലാം ഫ്രണ്ട്സ് ആണ് എല്ലാവരും. കാരണം സർഫ് കൾച്ചർ അത്രയ്ക്ക് സ്മോൾ ആണ്, എല്ലാവർക്കും എല്ലാവരും അറിയാം. അപ്പം എല്ലാവരും പിന്നെ എന്താ നല്ല ഫ്രണ്ട്ലി ആണ്, എല്ലാവരും അടിപൊളിയാണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ഇപ്പൊ ഞാനിവിടെ ആണെങ്കിലും എന്റെ ഫ്രണ്ട്സ് അവിടെ പോകുമ്പോൾ ഞാൻ വിളിച്ചു പറയേ മച്ചാ അല്ലെങ്കിൽ വരുന്നുണ്ട്, അപ്പൊ അവർ ടേക്ക് കെയർ ചെയ്തു, നമുക്ക് പേടിക്കണ്ട. കാരണം നമ്മൾ വിശ്വസിച്ച് പോകുന്ന ആൾക്കാർ നമ്മൾ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, ടേക്ക് കെയർ ചെയ്യുന്നത് നമ്മളെ പോലുള്ള. കാരണം നമ്മള് തുടക്കം മുതലേ എല്ലാവരും അറിയാം. കാരണം നമ്മൾ കോവളം സർഫിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10-12 പേരുണ്ട് പയ്യന്മാര്. നമ്മൾ ആദ്യത്തെ ജനറേഷൻസ് ആണ് അവിടെ നിന്ന് ചെയ്തത്, ആദ്യമായിട്ട് സർഫിംഗ് ചെയ്ത ജനറേഷൻ. അപ്പം ബാക്കി ആൾക്കാരൊക്കെ വന്നത് അതിന് ശേഷമായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവരും അറിയാം. കാരണം നമ്മൾ തുടക്കമേ ചെയ്തു വന്നത് നമുക്ക് ആദ്യത്തെ ഓജീസും ഇപ്പം എന്താ പറയുക ഇപ്പോഴത്തെ വരുന്നത് എല്ലാം കണക്ട് ആയി വരുമ്പോ എല്ലാം ഓക്കെയാണ്. കാരണം അന്ന് നല്ല നമ്മളൊക്കെ യങ് ആയിരുന്നു ആ സമയത്ത്. ചില കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അവന്മാരൊക്കെ ഇപ്പൊ വരുന്ന നല്ല സർഫർമാരൊക്കെ ഇപ്പോ ലെവലിലൊക്കെ എത്തി. അതായത് കാണുമ്പോൾ തന്നെ വളർച്ച നമ്മൾ തുടക്കം തൊട്ടേ കാണുകയാണ്. അപ്പൊ ഇറ്റ് ഈസ് റിയലി നൈസ്. എന്നാലും കാരണം സർഫിംഗ് അതെ റിയലി ഗുഡ് ടു സീ ദാറ്റ്. കാരണം ഒരുപാട് പേര് ഇപ്പൊ ഇൻവോൾവ് ആവുന്നുണ്ട്, അപ്പൊ നമുക്ക് ഒരുപാട് പുതിയ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ കിട്ടുന്നുണ്ട്. So it is really nice to see it's growing culture. And it's fast growing as well. നമ്മുടെ നാട്ടിലെ സർഫ് കൾച്ചർ. സോ ഹോപ്പ്ഫുള്ളി എവറിങ് വർക്ക്സ് ആണ്. നമ്മളെ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് കേരളത്തിൽ ഉറപ്പായിട്ടും എന്താ പറയാ നല്ലൊരു പ്ലാനിങ് ഉള്ള ഒരു ഗവൺമെന്റ് ആണ്, നടക്കും. അതെ നമ്മൾ എത്ര ദൂരത്തായാലും ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന തിരക്കുകൾക്കിടയില് പോർച്ചുഗലിലെ തീരത്ത് ഇപ്പൊ പിന്നെ ആൻസിൻ ഇരിക്കുമ്പോ നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇപ്പൊ എനിക്കെപ്പോഴും ഞാൻ തോപ്പില് കടപ്പുറത്ത് കളിച്ചു വളർന്നതും പള്ളിയിൽ പോയതും ആ വഴി കൂടെ ഒക്കെ ഉള്ള ഓട്ടവും എന്റെ കടപ്പുറത്ത് പണ്ട് ഞാൻ ചെറുപ്പത്തില് ഞാനൊരു 5ാം ക്ലാസ് വരെയും 5-6ാം ക്ലാസ് വരെയും കടപ്പുറത്തായിരുന്നു. എന്റെ വീടും കടലും വളരെ അടുത്തായിരുന്നു. എല്ലാ മൺസൂൺ വരുമ്പോഴും ഞങ്ങളുടെ വീട് കടലെടുക്കും, എന്നിട്ട് കടലെടുത്തിട്ട് പോകും. ആദ്യത്തെ നിരയിലുള്ള വീട് ഞങ്ങളുടെ വീടായിരുന്നു. കടലെടുത്തിട്ട് പോകും, എന്നിട്ട് കടൽ പോയതിനു ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും വീട് കെട്ടും. ഇത് എല്ലാ വർഷവും സ്ഥിരം നടക്കുന്നതായിരുന്നു. പിന്നീടായിരുന്നു ഞങ്ങൾ കുറെ വീട് വെച്ച് മാറിയത്. അപ്പൊ അതിന്റെ ഒരു പിന്നെ ആ സ്ട്രെസ്സും അതിന്റെ ഒരു പെയിനും നന്നായിട്ട് കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ വളരെ ചെറുപ്പം, എന്റെ ബ്രദറിനും സിസ്റ്ററിനും ഒക്കെ അത് അത്ര ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനത് പിന്നെ ഓരോ മൺസൂൺ വരുമ്പോഴും ഞാൻ വിളിച്ച് അത് അന്വേഷിക്കുമ്പോ ആ ഒരു ഇത് അറിയുമ്പോ എനിക്ക് ഭയങ്കര ഒരു നമ്മള് ഈ നാട്ടിലെ കടപ്പുറത്തെ ഭാഷയിൽ പറയുമ്പോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക്. അപ്പൊ ആൻസൺ എങ്ങനെയാണ് ആ ഒരു ഹോം സിക്നെസ് ഇപ്പൊ എങ്ങനെയാണ് അത് ക്രിയേറ്റിവിറ്റി കൂട്ടാറുണ്ടോ? അത് നല്ല നാട്ടിലേക്ക് തിരിച്ചു പോകണം, ഇപ്പൊ വിഴിഞ്ഞത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോ നാട്ടിലേക്ക് തിരിച്ചു പോയി അവിടെ നിക്കാവോ? എങ്ങനെയാണ് ആൻസൺ? ആദ്യം എനിക്ക് ഒരു തവണ ഞാനിവിടെ ആദ്യത്തെ 3 വർഷം ഇവിടെ നിന്നപ്പം എനിക്ക് നല്ല ഹോം സിക്ക് അടിച്ചു. മിസ് എവറിത്തിങ്. അവിടുത്തെ കാര്യങ്ങൾ, നമ്മളെ നാട്ടിൻ പ്രദേശത്തിന്റെ എല്ലാം ഫുള്ള് ഫാമിലി, ഫ്രണ്ട്സ്, ആ ലൈഫ് സ്റ്റൈൽ പെട്ടെന്ന് ഇതായി. ഞാൻ അങ്ങനെ ഹോം സിക്ക് അടിച്ച് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോയി. അവിടെ ചെന്ന് ഇറങ്ങി പെട്ടെന്നൊരു റിലീഫായി. അപ്പൊ റിലീഫായി കിട്ടിയതിനു ശേഷം വീണ്ടും അത് തിരിച്ചായി. ഇപ്പൊ ഇവിടുത്തെ ഹോം സിക്ക് അടിച്ച് പോർച്ചുഗലില്. അപ്പൊ ഞാൻ അന്ന് മെന്റലി ഒരുപാട് ഷിഫ്റ്റ് ആയിരുന്നു. സോ then I was like, man, you know what? Then when I left India, നമ്മളെ നാട് വിട്ടപ്പം മെന്റലി ഞാൻ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഞാൻ പോണു, നമ്മുടെ നാടും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, ആൾക്കാരെല്ലാം ഓക്കെയാണ്, ഞാൻ ഇല്ലെങ്കിൽ എല്ലാവരും ജീവിക്കുക. എനിക്ക് എന്റെ വഴി കണ്ടെത്തിയിട്ട് എനിക്ക് എപ്പോ ആണെങ്കിലും ഇവിടെ വരാം, ഇത് ഇവിടെ തന്നെ ഉണ്ട്, ഒരിടത്തും പോകില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് വന്നു. പിന്നെ അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഹോം സിക്ക് അടിച്ചിട്ടില്ല. പിന്നെ മെന്റലി പ്രിപ്പയർ ചെയ്ത് അവിടെ ചെന്ന് ഇറങ്ങി അവിടെ നിന്ന് മെന്റലി പ്രിപ്പയർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം പിന്നെ എന്നാലും ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ എന്നെ എല്ലാവരും വിളിക്കും, എന്റെ ഫ്രണ്ട്സിനെ ആയിരുന്നാലും ഫാമിലിനെ ആയിരുന്നാലും. ഇപ്പം എല്ലാവർക്കും ഈ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, എല്ലാവരും വീഡിയോ കോളിൽ വിളിക്കാൻ പറ്റുന്നു. അതെ അതെ എല്ലാരും. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ പിന്നെ വേറെ സംഭവം തന്നെ നല്ലൊരു ഫുഡ് മിസ്സാവും ഇടയ്ക്കിടയ്ക്ക്. നല്ല ചാപ്പാട് മാത്രം കിട്ടൂല. അതെ അതെ അതന്നെ. ആ ഒരു ഇതൊക്കെ ചില സമയത്തേക്ക് മിസ്സാവും. പെട്ടെന്ന് രാവിലെ എണീക്കുമ്പോ ആ ഒരു ക്രേവിംഗ് ഉണ്ടല്ലോ നമുക്ക്, ഇത് കഴിച്ചാൽ കൊള്ളാം, പക്ഷെ എന്താ പറ്റും
ഭക്ഷണം എന്തൊക്കെ ഉണ്ടാക്കും? പിന്നെ ആൻസൺ അവിടെ എന്തൊക്കെ ഉണ്ടാക്കും? ഞാൻ കൂടുതലും എന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ക്യാമ്പിൽ നിന്നാണ് കൂടുതലും കിട്ടുന്നത്. കാരണം ക്യാമ്പിൽ തന്നെ നമുക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉണ്ട് മോസ്റ്റ്ലി. അപ്പൊ അത് നമ്മളെ പാർട്ട് ഓഫ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് അടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊക്കെ ഈവനിങ്ങിൽ ഇരിക്കുമ്പോൾ ബാർബിക്യൂ അടിക്കും. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ചിക്കനോ അല്ലെങ്കിൽ മീനൊക്കെ മേടിച്ച് മറ്റേ തന്തൂരി സ്റ്റൈൽ നമ്മുടെ നാട്ടില് മസാലയൊക്കെ ഇട്ട് പെരട്ടി അതിനെ തീരിട്ട് ചുറ്റി എല്ലാവരും കൊടുക്കും. അവസ്ഥ എല്ലാവരും കൊടുക്കും. ഇപ്പൊ വിഴിഞ്ഞത്ത് കടൽത്തീരത്തായിരുന്ന പിന്നെ ഞങ്ങളുടെ ഒക്കെ എന്താ പരദേശിയുടെ ബാല്യം. ഇന്ന് മകൻ അലൈ വളരുന്നത് പോർച്ചുഗലിന്റെ കടൽത്തീരത്താണ്. കൂടെ കൽക്കിയും ഉണ്ട്. കൽക്കി വളരെ ഫേമസ് ആണ് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അലയുടെ ഒപ്പം തന്നെ കൽക്കിയും കളിച്ചു വളരുന്നുണ്ട്. ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ആരാണ്ടൊക്കെയോ പിന്നെ മോന്റെ കൂടെ കൽക്കി കളിക്കുന്നെന്ന് പറഞ്ഞൊക്കെ എന്തൊക്കെയോ അതായത് ഞാൻ വായിച്ചായിരുന്നു. അപ്പം ഇപ്പൊ പിന്നെ ആൻസന്റെ കുട്ടിക്കാലത്ത് വിഴിഞ്ഞത്തിന്റെ നാടൻ കളികളൊക്കെ ഓർമ്മയുണ്ടോ? ഞാനൊക്കെ കളിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കുഴി വെട്ടിയിട്ട് ആൾക്കാർ കുഴിയില് ചാടിക്കുന്ന കളിയായിരുന്നു. പിന്നെ ഞാൻ കളിച്ച എന്റെ കളി എനിക്ക് ഓർമ്മയുണ്ട്. തട്ടും കിളിയും കളിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ കൂടുതൽ കളിച്ചിട്ടുള്ളത് കബഡിയൊക്കെ കളിച്ചതാണ് ഓർമ്മയുണ്ട്. പിന്നെ സാറ്റ് കളിയും ഓടിയുള്ള കളികളാണ് കൂടുതലും കളിച്ചത്. എങ്ങനെ പിന്നെ ആൻസൺ എങ്ങനെയായിരുന്നു ഈ കൂടുതലും കടലിനോടുള്ള അറിവുകൾ? ആൾക്കാര് വല കൊണ്ടുവരുന്നതും കരമടി വളയ്ക്കുന്നതും ഇതൊക്കെയാണ് നമ്മള് കൂടുതലും പിന്നെ നമ്മളെ പിന്നെ കൊച്ചുപ്രായത്തിൽ നമ്മൾ ഒരുപാട് കടലിൽ കുളിക്കാൻ പോകും. മറ്റേ ചുപ്പി ശങ്കൊക്കെ എടുക്കാൻ പോകും. ചുപ്പി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പായ്മാരി പിള്ളേരായിട്ട് നമ്മൾ കസിൻസും അങ്ങനത്തെ എല്ലാ ചേട്ടന്മാരും അനിയന്മാരൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും ഒരുമിച്ചൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നമ്മള് ഈ മൺസൂൺ വരുമ്പം എന്റെ വീടിരിക്കുന്നത് കരിമ്പള്ളിക്കര എന്ന് പറയും. അപ്പം അവിടെ കടലടുത്താണ്. വീട്ടിന്റെ ഒരു 100 മീറ്ററിനകത്ത് ഒരു ചെറിയ തിട്ടമുണ്ട്. അതിനുശേഷം കടലാണ്. ഈ മൺസൂണിൽ ഇവിടെ കടപ്പുറം വീഴും. ഈ മണ്ണ് വന്നിട്ട് മണ്ണടിഞ്ഞ് കടപ്പുറം. അപ്പൊ ആ ടൈമിൽ നമ്മൾ ഒരുപാട് ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി ആ ടൈമിൽ. എന്നിട്ട് പിന്നെ ഈ മൺസൂൺ കഴിയുമ്പോൾ മണ്ണ് പോകും ഫുള്ള് പാറയാണ്. അപ്പൊ ഫുള്ള് നമ്മൾ മീൻ പിടിക്കലും ഈ ചിപ്പി എടുക്കലും അങ്ങനത്തെ കടലിൽ കുളി അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരുന്നു. പിന്നെ അവിടെ ഫുള്ളും ക്ലിഫായിരുന്നു ആ ഭാഗത്തുനിന്ന്. കാരണം എന്റെ വീട്ടിന്റെ അവിടെ നിന്ന് കരിമ്പള്ളിക്കരയിൽ നേരെ ബീച്ചിലോട്ട് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വരുന്നത് ഈ സോമതീരല്ലേ അവിടെ നമ്മള്. അപ്പൊ പുളിങ്കുടി ആ ഒരു സ്ട്രെച്ചാണ് അവിടെ. അപ്പൊ ഫുള്ള് നല്ല പാറ അടിപൊളി സീനറിയാണ്. പക്ഷെ ഇപ്പൊ അതൊന്നും ഇക്സിഡ് അല്ല, അതൊക്കെ തീർന്നു, എല്ലാം പോയി. കാരണം ഹാർബറിന് വേണ്ടിയിട്ട് അവർ ഫുള്ളും നിരത്തി എല്ലാം പോയി. അതൊരു ചെറിയൊരു സാഡായിരുന്നു എനിക്ക് ആദ്യം കണ്ടപ്പോ. നമ്മുടെ നാട്ടിൽ പോയി കാണുമ്പോ ആ ഒരു മാറ്റം വന്നത് നല്ലതാണ്, നാട് നല്ലതാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു ഇപ്പൊ ഇത് ഇല്ല അവിടെ. നമ്മളെ ഇപ്പൊ ഉദാഹരണം എനിക്കിപ്പോ എന്റെ മോനെടുത്ത് കഥ പറയാനേ പറ്റും, കാണിച്ചു കൊടുക്കാൻ പറ്റൂല. ആ ഒരു ഇത് പോയി, അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയിപ്പോയി. പക്ഷെ എക്കണോമിക്കലി ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ബി ഗുഡ്. അതെ, ഒരു എക്കണോമിക് വൈസ് നാടിന് നല്ലതാണ്. പക്ഷെ പിന്നെ എൻവയറമെന്റില് പിന്നെ എന്താ പറയാ, കടൽ തീരങ്ങൾക്കൊക്കെ കുറെ അധികം മാറ്റം വന്നിട്ടുണ്ട്. അത് ഫോർട്ടാണ് കാരണം കുറെ പേര് പറയുന്നുണ്ട്. കുറെ പേരൊക്കെ പോർട്ടിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. നമുക്ക് സയന്റിഫിക് നേച്ചർ കടലമ്മയ്ക്ക് ഈ നമ്മള് കളിച്ചു വളർന്ന, അല്ലെങ്കിൽ ആൻസൺ കളിച്ചു വളർന്ന വിഴിഞ്ഞം കടപ്പുറവും ഇപ്പൊ ഇലായി കളിച്ചു വളർന്ന പോർച്ചുഗലിന്റെ കടപ്പുറവും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലെ കടൽത്തീരങ്ങളുണ്ട്. രണ്ട് തലമുറയ്ക്ക് നൽകുന്ന ഒരു ലൈഫ് ജേർണി. ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് പിന്നെ ആൻസൺ നോക്കിക്കാണുന്നത്? രണ്ട് കുട്ടികളെ ഇപ്പൊ ആൻസന്റെ ചെറുപ്പകാലത്തിൽ ആൻസൺ വിഴിഞ്ഞം കളിച്ചതും ഇലായി ഇപ്പൊ പോർച്ചുഗലിലെ കടൽത്തീരത്ത് അവൻ ഇങ്ങനെ ഓടി കളിക്കുന്നതും ആ രണ്ടും കൂടെ കാണുമ്പോ എന്താണ് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്? എന്താ പറയുന്നുണ്ട്, നമ്മളെ നാട്ടില് പച്ചമലയാളം പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ട, പരദേശിയായിട്ട് പറഞ്ഞാൽ മതി. പരദേശി പറഞ്ഞ എന്താ പറയുക, ഭയങ്കര ഭാഗ്യം ചെയ്തെന്ന് പറയുന്നത്. എന്താ പറയുന്നത് കിട്ടി. കാരണം നമുക്കിത് കിട്ടിയില്ല ഈ അവസരം. ഇങ്ങനത്തെ ഒരു ഫ്രീഡവും
നമ്മളെ നാട്ടിലാണ് ഈ കൊച്ചുപ്രായ കടപ്രദേശങ്ങളിൽ കളിക്കുമ്പോ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മളെ മാമ പറയുന്ന രണ്ട് അടിയൊക്കെ തന്നെ വീട്ടിൽ പോടാന്ന് പറയാം. പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കൂല. പക്ഷെ അപ്പം ആ ഒരു ഫ്രീഡം ഇവനിലൂടെ കാണാൻ പറ്റുമ്പോ ഒരു സന്തോഷമുണ്ട്. കാരണം ഞാന് ജനിച്ചു വളർന്നത് പോലെയല്ല അവൻ വളരാൻ പോകുന്നത്. പക്ഷെ അത് ഇതിവിടെ നിന്ന് അവൻ ഇപ്പൊ ഒരു അച്ഛനായിട്ട് നോക്കുമ്പോ നമ്മളെ അച്ഛനമ്മയൊക്കെ നോക്കി ചില സമയത്തൊക്കെ എന്തെങ്കിലും കിട്ടി പെട്ടെന്ന് അടിയാണ്, സംസാരമില്ല. പക്ഷെ അത് അവരുടെ നമ്മളെ രീതിയിൽ ഇറ്റ്സ് ഓൾസോ ഫൺ. കാരണം ഇപ്പൊ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോ അതൊരു ഫണ്ണായിട്ട് നമ്മൾ ചിരിക്കും. പപ്പാന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ചിരിക്കും. ആ ടൈമിലൊന്നും ഫണ്ണല്ലായിരുന്നു അത്. നമുക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ നമ്മൾ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. അതെ. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് ചിരിക്കാൻ പറ്റും അച്ഛനമ്മയുടെ കൂടെയൊക്കെ. പക്ഷെ അതുപോലെ എനിക്ക് ഇവന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവനിലൂടെ എനിക്ക് കാണുമ്പോൾ ഐ ക്യാൻ ഡു ഡിഫറെന്റ്. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇവന് ഡിഫറെന്റ് ആയിട്ട് നോളജ് ഷെയർ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ആ ഒരു ഫ്രീഡം ഇവന് ഈ ഒരു എൻവയൺമെന്റ് വളരുന്നതും അവൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റാത്തതാണ് അവൻ പഠിക്കാൻ പോകുന്നത്. അതെ, ആ ഒരു ഇതുണ്ട്. പിന്നെ വേറൊരു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവന് ഐ വുഡ് ലവ് ടു ബ്രിങ് ഹിം എവറി ഇയർ. കാരണം എനിക്ക് നമ്മൾ അവരോട് കൊണ്ടുപോയിട്ട് എനിക്കൊരു അച്ഛനായിട്ട് എന്താ പറയുന്നത്, ഐ എം ട്രൈങ് നോട്ട് ടു ബി സീരിയസ് വിത്ത് ഹിം. എനിക്ക് അവന്റെ ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ അവൻ വളരുമ്പം അവന്റെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ കളിക്കാൻ ചിരിക്കണം. പക്ഷെ സെയിം ടൈമിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടും ഒരു ബൗണ്ടറി ഉണ്ട്. പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഐ വാണ്ട് ഹിം ടു കോൾ മീ, പപ്പ എനിക്കിത് ചെയ്യണം. അപ്പൊ എനിക്ക് അവന്റെ കൂടെ പോയിട്ട് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് നമ്മളെ നാട്ടിൽ കൊണ്ടുപോയി നമ്മളെ കൾച്ചർ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഒന്ന് കാണിച്ചു കൊടുക്കണം. അവിടുത്തെ പിള്ളേർ എങ്ങനെ ജീവിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇത് കാണിച്ചു. കാരണം ഇവിടെ മാത്രം ജീവിച്ചാൽ ചിലപ്പോൾ സ്പോയിലാക്കും. ഇവിടുത്തെ അവന് ചോദിക്കാത്ത കാര്യങ്ങളൊക്കെ കിട്ടുമ്പം നമ്മക്കാണെങ്കിൽ ഒരു കളിപ്പാട്ടം വാങ്ങണമെങ്കിൽ 1 വർഷം വെയിറ്റ് ചെയ്യണം പള്ളി പെരുന്നാൾ വരുന്നവരെ. അതും പപ്പടത്തിന് 2 അടിയൊക്കെ കിട്ടിയാണ് ഒരു ചെറിയ കാർ കിട്ടുന്നത്. എന്നിട്ട് ആ പപ്പ പറയും ഇത് അടുത്ത പെരുന്നാൾ വരുന്നവരെ വെച്ചിരുന്നോ? ഓക്കെ പപ്പ. അല്ല, അവർക്ക് അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് അതെ അതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവര് അതെ പോയി അതെ ഉറപ്പായിട്ടും. അതെ 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 സത്യം. പക്ഷെ അതൊരു ഫണ്ണാണ്. നമുക്ക് അറിയാം അത് നമ്മൾ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അതൊക്കെ ഭയങ്കര ഒരു അതെ പ്രഷ്യസ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു. അത് നമുക്കത് മറക്കാൻ പറ്റാത്ത. അതെ സത്യം. അപ്പം അതുപോലെ അവനൊന്ന് ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർ അതൊക്കെ അതെ അതെ ഉറപ്പായിട്ടും. അതെ അതെ. I'm also lucky enough to experience that generation. കാരണം ഞാനിപ്പോ എനിക്ക് 32 വയസ്സാണ്. അപ്പം എനിക്ക് എന്റെ ഒരു ജനറേഷൻ ആയിരിക്കും ആ ഒരു ഷിഫ്റ്റ് കണ്ടത്. ഈ സ്മാർട്ട് ഫോണിനും അതിനും തൊട്ട് മുമ്പുള്ള ഒരു ഷിഫ്റ്റ് നമ്മൾ ആ പഴയ കാലം. ഇപ്പോഴത്തെ ജനറേഷനിൽ നാട്ടിൽ പോകുമ്പോൾ കാണുന്നത് എല്ലാവരും ഫോണിൽ ഒരു ഇതായി പോകുന്നു. അപ്പൊ എനിക്ക് ആ ഒരു സങ്കടം വരും. ഈ പയ്യന്മാരൊക്കെ എന്താണ് എപ്പോഴും അവിടെ ഇരുന്ന് ഫോണിൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്ത പോലെ അവരുടെ വയസ്സിൽ നമ്മൾ ചെയ്യുന്ന അവരിപ്പോ ചെയ്യുന്നില്ല. അത് ഫെയ്ഡായി, ഓൾറെഡി സ്ലോലി ഫെയ്ഡായി തുടങ്ങി. അപ്പം അതൊരു ഇതാണ്. അപ്പൊ ഇവനെ ഏതായാലും എനിക്ക് നാട്ടിൽ കൊണ്ട് കാണിക്കണം. കാരണം അത് പഠിച്ചിട്ട് അവനും വളരണം. Then he can choose what he want to do with his life. കാരണം എനിക്ക് അവന് നീ ഇത് അത് ചെയ്യുന്ന ഞാൻ പറയൂല. പക്ഷെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. I want to show him like ഇത് ലൈഫാണ് ഇവിടെ, ഇതില്ലെങ്കിലും ജീവിക്കാം, കാണിച്ചു കൊടുക്കാം. എനിക്ക് അത് ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് അതെ റിയാലിറ്റി. അപ്പം അവന് ഓൾറെഡി അവൻ തന്നെ സെൽഫിൽ ചിന്തിച്ചു തുടങ്ങും. അപ്പൊ എന്നിട്ട് അവൻ വളർന്നു വരുമ്പോ അവൻ അറിയാം എന്ത് വേണോ, അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം ആൾക്കാരായിട്ട്, എങ്ങനെ സംസാരിക്കാം, അവർ പെരുമാറ്റ രീതി. അതെനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം അവന് അവിടുത്തെ ലൈഫ് എന്താണെന്നുള്ളത്. അപ്പം അത് കണ്ടു വളരുമ്പോ ചിലപ്പോ അവനും ഒരു നാളെ ചിന്തിക്കാം ഓക്കെ ഇവിടുന്നാണ് എന്റെ ഫാദർ വന്നത്. അതെ. അപ്പൊ അവനും തോന്നും അവിടെ ഒരു ഫാമിലി ഉണ്ട്, അവിടെ ആൾക്കാരുണ്ട്, എന്തെങ്കിലും ഒന്ന് ഓടി പോകാനായിട്ട്. അതൊന്ന് കാണിച്ചു കൊടുക്കണം, എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തൊരു ഇതാണ് അല്ലെ, നമ്മള് ഈ ഗ്ലോബ് എടുക്കുമ്പോ ഒരു സൈഡിലും അവർ അപ്പുറത്തെ സൈഡിലും ഇരുന്നിട്ട് നമ്മള് അതൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരിക്കലും നമ്മള് ഇപ്പൊ ആൻസർ പറഞ്ഞതുപോലെ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ വന്ന് ഒരു പിന്നെ യൂണിവേഴ്സ് ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും നമ്മളിങ്ങനെയൊക്കെ വരണമെന്നുള്ളത് അല്ലേ? സത്യം സത്യം. ആദ്യം എന്താ പറയാ, എനിക്ക് വിസ കിട്ടിയ സമയത്ത് യൂറോപ്പിൽ പോകുന്നുണ്ട്. ഞാൻ എന്ന് പയ്യന്മാരുടെ അടുത്ത് പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു, ആരും വിശ്വസിച്ചില്ല. നീ എവിടെ പോവാ, പപ്പാക്ക് എന്നെ കളിയാക്കി, നീ എവിടെ നീ ആട്ട പിടിച്ച് നടക്കണ, നീ എന്താ പോണെ, അങ്ങനത്തെ കുറെ കോമഡി കഥകളുണ്ട്. അപ്പൊ ലാസ്റ്റ് വിസ കാണിച്ചു കൊടുത്തപ്പോ എല്ലാരും ഞെട്ടി, നീ പോണ ഓളന്നെ ഞാൻ തന്നെ ഞെട്ടി. ഞാനും വർഗീസുമാണ് ഒരുമിച്ചാണ് നമ്മൾ യൂറോപ്പിൽ വരുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരും തന്നെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് എല്ലാം
നമ്മളെ ആ ഒരു ടൈമിൽ എന്ത് മൈൻഡ് ആയിട്ട് ബ്ലോൺ ആയത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതിന്റെ കൂടെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ അതിന്റെ കൂടെ ഒരുപാട് പയ്യന്മാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റി പിള്ളേരെയൊക്കെ. കാരണം ഒരുപാട് പേർക്ക് സെൽഫിലി ഡൗൺ ആവുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിലർക്ക് എന്താ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റുന്ന മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പം നമ്മളിലൂടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റി എന്ന ഒരു ഉദാഹരണമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അതെ, അങ്ങനത്തെ ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും പയ്യന്മാരെ അല്ലെങ്കിൽ പിള്ളേരെ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വളർന്നു എല്ലാരെയും. അതിലൊരു സന്തോഷമുണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അതെ. അപ്പൊ ഞാൻ ഇനി അടുത്തത് എന്റെ ഈ വരുന്ന ഗസ്റ്റുകളുടെ അടുത്തൊക്കെ ഞാൻ ഒരു ചെറിയ സെഷൻ ഉണ്ട്. അതിലിങ്ങനെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. ഈ ഹൃദയ താളം എന്നാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ ചെറിയ ചോദ്യങ്ങള്. പിന്നെ എന്താ പറയാ, മണ്ണും മനസ്സും എന്ന് തൊട്ടറിയുന്നതാണ്. ഇപ്പൊ നമുക്കിത് പറയാൻ വേണ്ടി കടലമ്മയും തൊട്ടറിയുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങള്. പിന്നെ ആദ്യം തന്നെ ചോദിക്കാം, നമുക്ക് ഈ കടലമ്മ തന്ന ആദ്യത്തെ പാഠം, ഇപ്പൊ വിഴിഞ്ഞത്തെ കടലിൽ നിന്നും സർഫിംഗ് പഠിച്ച് കടലമ്മ മനസ്സിൽ തന്ന ഏറ്റവും വലിയ പാഠം എന്താണ്? ഫുള്ളി ടോട്ടലാണോ നമ്മുടെ നാട്ടിൽ നിന്നാണ്? വിഴിഞ്ഞത്തുനിന്ന്, അവിടെ നിന്ന് മൊത്തം, അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞാലും മതി, വളരെ ചെറുതായിട്ട്. ആദ്യമായിട്ട് എന്റെ സർഫിംഗിൽ കൂടെ കടലിലോട്ട് പഠിച്ച ഒരു പാഠം, ഒരു ദിവസം ഞാന് നമ്മള് പൊടിയൂര് പോവാറ് കടല്, അവിടെ സർഫ് ചെയ്യാൻ പോയി. അപ്പം അവിടെ സർഫ് ചെയ്യാൻ പോയപ്പം എനിക്കൊരു നല്ല തിര അടിച്ച് എന്നെ ഡ്രൗൺ ആക്കി. അപ്പൊ അന്ന് ഞാൻ ചത്തം വിചാരിച്ചു, അവിടെ ഓൾമോസ്റ്റ് ഡ്രൗൺ ആയി. പക്ഷെ പെട്ടെന്ന് വലിയൊരു ശ്വാസം കിട്ടി. അപ്പൊ ലാസ്റ്റ്ലി അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെന്ന് പറയാം. അപ്പം വെളിയിൽ വന്നതിന് ശേഷം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മാൻ ഞാൻ ചത്തിരുന്നെങ്കിലോ, ചെറിയ മൈൻഡിലെ ഒരു പേടി വന്ന്, ഞാൻ അവിടെ ചത്തിരുന്നെങ്കിലോ, ആ തിരയിൽ അടിച്ച് ആ പൊഴി ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ കടലടിച്ച്. അതിനുശേഷം വീണ്ടും ഇറങ്ങി സർക്കിൾ കുഴപ്പമില്ല, ആ ഒരു പേടി മാറി. പിന്നെ അതിനുശേഷം തിര അടിക്കുമ്പോ ഇല്ലേ, ഇതൊന്നും ഒന്നുമല്ല. പക്ഷെ ആ ടൈമിൽ മൈൻഡിൽ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് എപ്പോ എന്ത് സംഭവിക്കുന്നു ആരും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ കടലിന്റെ കൂടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. കടൽ എന്ന് പറയുന്നത് ഒരു വലിയ അപായമായിട്ടൊരു സംഭവമാണ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഒരു നിമിഷം മതി നമ്മൾ ആൾക്ക്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ചത്തെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും എനിക്ക് ജീവിതം കിട്ടി. സോ അപ്പോഴാണ് മനസ്സിലാവുന്നത് ചില സമയത്ത് നമ്മുടെ ഫിയർ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ചിലത് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ കടലമ്മ അത് പഠിപ്പിച്ച്. സോ നമ്മൾ ചത്തില്ലല്ലോ, ജീവനോടുണ്ട്, കുഴപ്പമില്ല പോവാ. എന്നാലും പിന്നെ അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും പുതിയ കാര്യങ്ങൾ കിട്ടുന്നത്, പുതിയ നോളജ്, ഡിഫറെന്റ് ലെവലില് പുതിയ അറിവില്ല. അത് കടലമ്മ എനിക്ക് പഠിപ്പിച്ചിരുന്നു. അത് ഓരോ തിരയിൽ അടി കിട്ടുമ്പം നമ്മൾ ഓരോ ആ ഒരു സെന്റർ ഈ മെഡിറ്റേഷനില്, അതാണ് ആ ടൈമില് നമുക്കൊന്നും വെപ്രാളപ്പെടാൻ പറ്റൂല ആ ടൈമില്. കാരണം നമ്മൾ അധികം വെപ്രാളപ്പെടും തോറും കടൽ താഴ്ത്തിക്കൊണ്ടിരിക്കും നമ്മളെ. നമ്മൾ എത്രത്തോളം റിലാക്സ് ആവോ അത്രത്തോളം നമ്മൾ ബോഡി ഫ്ലോട്ട് ആവും. അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് ആവും. ഈ കടലടിക്കുകയാണ്, അടിക്കുമ്പോൾ നമ്മൾ താഴ്ത്തിയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്താ വെപ്രാളപ്പെടുമ്പം നമ്മളെ ബ്ലഡ് ഓട്ടം കൂടി നമ്മളെ ബോഡി ഡിസ്റ്റിങ് അത് തന്നെ, കാരണം വെയിറ്റ് കൂടിയാണ് ബോഡിക്ക്. അപ്പൊ നമ്മൾ എത്രത്തോളം റിലാക്സ് ആവോ നമ്മൾ വേറെ പൊക്കി ഓട്ടോമാറ്റിക്കലി മുകളിൽ കൊണ്ടുവരും. അപ്പം ഈ ഒരു കാംനെസ്സും ആ മൊമെന്റിൽ എന്തൊക്കെ സംഭവിച്ചാലും കാമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും എന്നുള്ള ഒരു സംഭവം പഠിപ്പിച്ചത് കടലാണ്, നമ്മളെ കടലമ്മ എന്ന് പറയാം. അത് കൊച്ചുപ്രായം മുതലേ കടലിൽ കുളിച്ച് ആ ഒരു ഇതൊന്ന് അടിയിട്ട് പിന്നെ അത് ശീലിച്ചു. പിന്നെ അത് പിന്നെ അങ്ങോട്ട് എക്സ്പീരിയൻസ് ആയി. അതെ അത്രത്തോളം എത്രത്തോളം അടിക്കുമോ അത്രത്തോളം നമുക്ക് ഓക്കെ ദിസ് ഈസ് നോട്ട്, കുഴപ്പമില്ല. അത് തന്നെ എത്ര നമ്മളെ ചോരോടിയന്മാര് തിരുമ്പമാട്ടെ അവളെ അമ്മമാരൊക്കെ പറയാ. നമ്മളെ വിഴിഞ്ഞത്തെ കടലാണോ പോർച്ചുഗലിലെ കടലാണോ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ളത്? രണ്ടും സെയിം കടൽ തന്നെയാണ്. അതെ കടൽ തന്നെയാണ്, സെയിം കടൽ തന്നെയാണ്. പക്ഷെ പറഞ്ഞാൽ ഇവിടെ തണുപ്പും അവിടെ വാങ്ങും, രണ്ട് രീതിയിൽ. പക്ഷെ രണ്ടും നൈസാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, പോർച്ചുഗലില് ചില ബീച്ചൊക്കെ റീഫാണ് അണ്ടറില്, നമ്മളെ പാറല്ലേ റീഫ് അങ്ങനത്തെ. അപ്പൊ അവിടെ തിരയടിക്കും, നല്ല തിരക്ക് അടിക്കും. അവിടെ ചാവാൻ കിടന്നു. ഞാൻ ആദ്യമായിട്ട് എലിസലയുടെ സർഫിങ് വന്നപ്പോ അന്ന് ഒരു
2.5 മീറ്റർ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തരം, അതായത് വലിയ തരം എന്ന് വെച്ചാൽ നല്ല ഒരു നമ്മളെ ഈ വീട്ടിന്റെ സീലിംഗിന്റെ ഇതില്ലേ ആ ഒരു ഇതില് അത്രയ്ക്ക് സ്ട്രോങ് തരാം. അപ്പം അന്ന് എന്റെ ബോസ് ഞാൻ ബീച്ചിൽ വന്നപ്പം തരാണ്ടത് എന്റെ ലെവലിനെക്കാളും എബവ് ആണ് അന്നത്തെ തരടിച്ചത്. അപ്പൊ എന്റെ ബോസ് പറഞ്ഞു, ഞാൻ നീ വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ നിന്റെ ബാഡിങ് ആവില്ലോ ജമ്പിന് ഈ ഹൈ ഇല്ലെന്ന് ഫിയർ ആണ്. എന്റെ ബോസ് അല്ലേ പറഞ്ഞു കുറെ ഇറങ്ങിപ്പോ ഞാൻ ഇറങ്ങിപ്പോയി. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കിടക്കുന്നത്. പെട്ടെന്ന് ഈ സെറ്റ് തരാൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ കളകളില് സെറ്റ് തരായിരുന്നു. അപ്പൊ സെറ്റ് തരാൻ ഉള്ളതെന്ന് കാണാൻ പറ്റുന്നത്. അപ്പൊ എല്ലാരും ജീവൻ കൊണ്ട് നീന്തിയാണ് ഉള്ളിലോട്ട്. അപ്പം നമ്മൾ ഈ തെര അടിക്കുന്ന സോണുണ്ട്, ഈ തെര ഇങ്ങനെ അടിക്കൂലേ, അപ്പം ഈ സോണിന്റെ ഇമ്പാക്ട് സോൺ എന്ന് പറയും. അപ്പം ഞാനിങ്ങനെ നീന്തി വരുന്നു. അപ്പൊ ഈ തെര അടിക്കുമ്പോൾ സാധാരണ നമ്മൾ ഈ ബോർഡിൽ ഈ ഡഗ് ടൈം എന്ന് പറയും, എന്ന് വെച്ചാൽ ബോർഡ് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് തെരക്ക് അടിയിൽ കൂടെ ഇങ്ങനെ മുകളിലോട്ട് കയറി വരും. അപ്പം ഈ ഡഗ് ടൈം അടിക്കുന്നത് തെരയില് കറക്റ്റ് ഇങ്ങനെ കയറി പോകാനാണ് ഇങ്ങോട്ട്. അപ്പൊ ഈ തെര അടിക്കുന്നത് ഞാനും സെയിം പൊസിഷനിലായിരുന്നു. അപ്പൊ എന്റെ ബോർഡ് ഞാൻ വിട്ടാലും അടിയിട്ടും പിന്നെ എന്നാലും ട്രൈ ചെയ്ത് ഇങ്ങനെ നീന്തി വന്ന് ഈ തെര ഇങ്ങനെ അടിക്കും. സാധാരണ ഡഗ് ടൈം ചെയ്ത് കയറി ഇങ്ങോട്ട് പോകും തെരക്ക് അടിയിൽ കൂടെ. അപ്പൊ ഈ തെര ഇങ്ങനെ എന്നെ എടുത്ത് നമ്മൾ ലിപ്പം പറയും എന്റെ തെര അടിക്കില്ലേ, എന്നെ തിരിച്ച് ഇങ്ങനെ മറച്ച് നേരെ നല്ല അടിയിൽ കൊണ്ട് പാറ കടിച്ചു. എന്റെ ഈ കൈയില്ലേ, ഈ കൈ ഊരിപ്പോയി, ഈ ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയി ആ ടൈമിൽ തന്നെ. അത്രയ്ക്ക് ഫോഴ്സ്, അത്രയ്ക്ക് ടൺ കണക്കിന് വാട്ടർ നമ്മളെ ആ ഒരു വെയിറ്റ്. അപ്പം പെട്ടെന്ന് എന്റെ കൈ ഊരിപ്പോയി. അപ്പൊ ഞാൻ കടലിലോട്ട് അപ്പൊ ചിന്തിച്ചു സ്റ്റാസ് വരെ സൂസൈഡ് എത്തിയിരുന്നു. ആദ്യമായിട്ടായിരിക്കും നമ്മള് ഒരാൾക്ക് അടി കൊണ്ട് മരിക്കാൻ പോണെന്ന് പറയുമ്പോ ചിരിക്കുന്നത്. അത് സാധാ അടിയില്ല കിട്ടിയത്. നമ്മളെ നാട്ടില് നമ്മളെ അമ്മമാര് ആന്റിമാരൊക്കെ മറ്റേ കല്ലിലീറ്റ് മറ്റേ തുണി അടക്കൂല, അടിച്ച് വീണ്ടും അടിച്ച് തിരിച്ച്. ഇത് ആക്ച്വലി ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മരമില്ല, ചാളത്തടി, നമ്മുടെ ചാളമരം പോകുന്ന സ്റ്റൈൽ ഇതുപോലെയാണ്. അവർ ഈ കടൽ വരുമ്പോ അതിനനുസരിച്ച് ഇങ്ങനെ പോയിട്ട് അവർക്ക് അറിയാം. എനിക്ക് തോന്നുന്നു ഈ ചാളമരം പോകുന്ന എല്ലാരെയും സർഫിംഗ് പഠിപ്പിക്കാന്ന് തോന്നുന്നു. അവർക്കൊക്കെ ഈ ട്രിക്ക് നന്നായിട്ട് അറിയാം. ഈ കടൽ വരുമ്പോഴത്തേക്കും നമ്മളെന്താ കറക്റ്റ് ഈ ഓളം പിടിച്ചു പോകണമെന്ന് പറയും. ആ ഒരു എഫക്ട് ഇല്ല, ആ ഒരു എനർജി എടുത്ത് അതിന്റെ കൂടെ പോയിട്ട് കറക്റ്റ് അതാകുമ്പോ ഒരുപാട് നമുക്ക് ഈ സർഫിംഗ് നമുക്ക് അവരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും, കോമ്പറ്റീഷനൊക്കെ കൊണ്ടുപോകാൻ പറ്റും. കാരണം അവർക്ക് അപ്പൊ ആൻസിന് ഇത്ര അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കിട്ടിയ അടിക്ക് വല്ല പിന്നെ സത്യം ഉറപ്പായിട്ട് സത്യം അപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുട്ടിയെ നമ്മൾ കാണുമ്പോ ആൻസിന് ഇപ്പൊ ഈ കുട്ടിയിൽ നാച്ചുറൽ ആയിട്ടൊരു സർഫർ ഉണ്ട് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇപ്പൊ കടപ്പുറത്ത് ആൻസ് നടന്നു പോകുന്നു അല്ലെ, അപ്പൊ ഇതിൽ നിന്ന് ആ കുട്ടി കളിക്കുന്ന കാണുമ്പോ ഇവനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു എനർജറ്റിക് ഫീൽ ഉണ്ടല്ലോ, ഇവന്മാർ ഫുൾ ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ പേടിയില്ല അങ്ങനെ. ഓക്കെ അപ്പൊ അറിയാൻ പറ്റും, ഓക്കെ റെഡി ലെറ്റ്സ് ഗോ എന്ന് വാട്ടർ എന്ന് പറയും. അപ്പം അവര് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കുറച്ച് കിട്ടി, കുറെ കുറെ ചുളിയന്മാരൊക്കെ കിട്ടി. ഇവന്മാരൊക്കെ ഇപ്പൊ സർവ് ചെയ്യുന്നുണ്ട്. ഞാൻ നാട്ടിലുള്ളപ്പോ എല്ലാ ശനി ഞായറും ഒരുവരും പതിനാറ് വരും ഇവന്മാരെ നമ്മൾ പഠിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവന്മാർ ആദ്യം നമ്മൾ വെള്ളപ്പത എന്ന് പറയും, ഈ തെര അടിച്ചിട്ട് വെള്ളപ്പത അതിലാണ് പഠിപ്പിക്കുന്നത് ആദ്യം. അതിനുശേഷമാണ് നമ്മൾ ഗ്രീൻ കേവിലോട്ട് പോകുന്നത്. ഗ്രീൻ കേവ് എന്ന് പറയുമ്പോൾ മറ്റേ അൺബ്രോക്കൺ കേവ്, വേറെ അടിക്കാതെ. എന്നിട്ട് ഇവര് വന്ന് തുടക്കത്തിലൊക്കെ ഇവന്മാർക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോർഡ് ഇല്ലാതെ കിടക്കുന്നതും ബോർഡോടെ കിടക്കുന്നതും രണ്ട് ഇതാണ് സേഫ്റ്റി വൈസിൽ. ഒന്ന്, ഈ ബോർഡ് ഇല്ലെങ്കിൽ നമുക്ക് നീന്താൻ അറിയാമെങ്കിൽ എത്ര വലിയ കടലെങ്കിലും നമ്മൾ മുങ്ങി കയറി പോകാൻ പറ്റും. പക്ഷെ ബോർഡ് ഉള്ളപ്പം ഈ ബോർഡ് നമ്മളുമായിട്ട് അടിയിട്ടും. അപ്പം ബോർഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കട്ടാവും, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ബോർഡ് കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ട്, പഠിക്കണം സേഫ്റ്റി കാര്യം. അപ്പൊ ഇതൊക്കെ ഇവരെ പഠിപ്പിച്ച് റെഡിയായി വന്നതിന് ശേഷം ചില സമയത്ത് നല്ല വലിയ തെര അടിക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച് ഇവന്മാരെ ഉള്ളിൽ കയറില്ല, നീന്തി കയറില്ല. കാരണം ഉള്ളിൽ നീന്തി കയറണമല്ലേ, തെര മറികടന്ന് അങ്ങോട്ട് ഉള്ളിൽ കയറണം. അതിന് ചില സമയത്ത് ഒരു 15-20 മിനിറ്റ് ഒക്കെ എടുക്കും ചിലപ്പോൾ നീന്തി കയറാൻ തന്നെ. ചിലപ്പോൾ അരമണിക്കൂറൊക്കെ കൊടുക്കും തെരയുടെ സൈസ് അനുസരിച്ച്. പക്ഷെ എന്നാലും ഇവന്മാരൊക്കെ നീന്തി കയറാൻ അങ്ങോട്ട് വരും. നീ കയറി വന്നല്ലേ ഇവിടെ കിടക്കുക, നമുക്കറിയാം സേഫാണ്. ഇവിടെ കടന്ന് നമ്മൾ ഉള്ള കിടക്കുമ്പോൾ തെര അടിക്കില്ല അവിടെ നമ്മൾ കിടക്കുന്നത്. അപ്പൊ എന്നാലും ഇവന്മാർക്ക് ആ സമയത്ത് സംസാരിക്കാൻ പറ്റും. നീ സമാധാനപ്പെടി, നീ തെര ഇപ്പൊ എടുക്കണ്ട, ആദ്യം കൂടെ ഇവിടെ കിടക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് അവിടെ വെള്ളത്തിൽ നമ്മൾ ബോർഡോട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു പേടി സ്ലോലി ആ ഒരു നെഞ്ചിടിപ്പില്ലേ, ആ നെഞ്ചിടിപ്പ് പതുക്കെ കുറഞ്ഞിട്ട് അതിനുശേഷം ഇവന്മാർക്ക് നമ്മൾ തെര എടുത്ത് വെക്കും. ഇനിയും നീ തെര എടുക്കുക,
അപ്പം തിരയെടുത്ത് വീണ്ടും അടിയിട്ട് പേടിക്കും, കയറി വരും, ഒരു വെള്ളം കുടിച്ച് കയറി വരും, വീണ്ടും നീന്തി വരും, ഏക്കാടെ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കാരണം നമ്മളങ്ങനെ പഠിച്ചു വന്നത്. അതെ അപ്പം ഇവരിൽ കൂടെ അത് കാണാൻ പറ്റുന്നത്, അപ്പൊ നമ്മളൊരു പാസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും അവന്മാര് ഡോണ്ട് ഗീവ് അപ്പ്, പുഷിങ്. അപ്പം ഇങ്ങനത്തെ ഭയങ്കര ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, ഓക്കെ ഇവന്മാർക്ക് പേടി, കടയിൽ ഇവന്മാര് പേടി കാണിക്കൂല, പക്ഷെ ഇവിടെ വരുമ്പോ പേടി എന്താണെന്ന് ഇവന്മാർ പഠിക്കും കടലിൽ കൂടെ. അപ്പൊ ഇവന്മാർ റെസ്പെക്ട് ചെയ്യാൻ തോന്നും ഓരോ കാര്യങ്ങൾ ലൈഫിലും. അത് ഔട്ട്സൈഡ് ഓഫ് ദ വാട്ടർ ദേ കൻ അപ്ലൈ റിയൽ ലൈഫിൽ. കടലിന്റെ തീരത്ത് വളർന്നതെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ അച്ഛനമ്മയുടെയൊക്കെ റെസ്ട്രിക്ഷൻ കാരണം കടലിൽ പോകുന്നതൊക്കെ നമുക്ക് കുറവായിരുന്നു. ക്രിസ്മസും ന്യൂ ഇയറും ആണ് നമ്മുടെ കടലിൽ പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കടലില് കസിൻസ് ഒക്കെയാണ്. അപ്പൊ നമ്മള് ക്രിസ്മസ് എന്ന് പറയുമ്പോ പെൺപിള്ളേരെ കസിൻസ് ഇഷ്ടം കൊണ്ടുപോകാൻ വേണ്ടിട്ട് മരത്തിൽ കൊണ്ടുപോയി ഞാൻ ഒത്തിരി ദൂരം പോയി നടക്ക്, ഞാനും ഇങ്ങനെ തുഴഞ്ഞൊഴിഞ്ഞു പോയി കടലിൽ ആരുമില്ല. അതിപ്പോഴും ഞാൻ ഓർക്കുമ്പോ പേടിയാണ്. കടലും വെള്ളവും കടലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. കാരണം ഒരുപാട് നമ്മള് സർഫ് ബോർഡിൽ നിൽക്കുമ്പോ തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ പേടി എന്താണ്? അതെങ്ങനെയാണ്? എന്ത് പേടിയാണ് തോന്നാറുള്ളത്? പേടി വലിയ ഇല്ല. ഇപ്പൊ ഈ പേടിയൊന്നും ആ സംഭവമില്ലായിരുന്നു. തുടക്കത്തില് ആദ്യം ചെയ്ത സമയത്ത് നമ്മള് ഈ വലിയ തിരയില്ല, നമ്മൾ സർഫിങ് ചെയ്ത് ഇതില്ലാത്ത വലിയ തിരയിൽ പോകുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഞാൻ തിരയെടുത്ത് അഥവാ അതിന്റെ ടൈമിംഗ് മിസ്സായ പെട്ടെന്ന് അടുത്ത് കിട്ടാൻ അടിയാണ്. അപ്പൊ നേരെ കൊണ്ട് താഴ്ത്തിയാണ് നമ്മളെ ബോർഡുമായിട്ട്. അപ്പൊ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ബോർഡ് എന്നെ തലയിലടിക്കുമോ, കാരണം ഇവിടെ ഒരു 5 സ്റ്റിച്ച് എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ ചില സമയത്ത് ഈ പിന്നെന്ന് പറയുന്നത് ബോർഡിനടിയിൽ ഈ 3 പിന്നുണ്ട് സംഭവം, ഫൈബർ ഗ്ലാസ്, അത് നൈഫ് പോലെയാണ്. ചില സമയത്തൊക്കെ പെട്ടെന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കട്ടാവും, എല്ലാം എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പൊ നമ്മൾ വീഴുമ്പോൾ ഒരേ ഒരു നേരം നമ്മൾ സെൽഫിൽ തലയും പ്രൊട്ടക്ട് ചെയ്യും, നമ്മളെ സെൽഫ് ബോളിലാക്കും വെള്ളത്തിനടിയിൽ. അപ്പൊ ഈ ബോർഡ് കയ്യിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, വലിയ ഇതില്ല. പക്ഷെ നമ്മൾ ഫേസിൽ കണ്ട് തലയടിച്ച് അൺകോൺഷ്യസ് ആയി പോയാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു പേടി തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പിന്നെ അത് ശീലി വന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇപ്പൊ ഞാനൊരു തിര എടുക്കുമ്പോ എനിക്കറിയാം എങ്ങനത്തെ തിരയാണ് എനിക്ക് വേണം. നമുക്ക് തിര റീഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ ഒന്ന് ക്ലോസ് ഔട്ട് എന്ന് പറയും, ഒന്ന് ഓപ്പൺ വേവ്, അതായത് തിര അടിച്ചിങ്ങനെ ചുരുങ്ങി സൈഡിലോട്ട് ഇങ്ങനെ നീണ്ടുപോകും. പിന്നെ ഒന്ന് മൊത്തം വന്നിട്ട് ഒരു അടി അടിക്കും. അതെ, അപ്പൊ ഇതിൽ സർഫ് ചെയ്യാൻ പറ്റൂല, കാരണം ഇതിൽ നമുക്ക് റൈഡ് ചെയ്യാൻ നേരെ കണ്ട് അടിക്കുന്ന പറയില്ല. പക്ഷെ ഒരു സൈഡ് അടിച്ച് ഇങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് സർഫ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് അങ്ങനത്തെ തിരയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനാണ് നമ്മൾ സർഫ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ അടിക്കുന്ന തിരയിൽ സർഫ് ചെയ്യാൻ പറ്റൂല, കാരണം അതിൽ തിരയില്ല, തിര അടിച്ച് തീർന്നല്ലോ. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ നമുക്ക് റീഡിങ് ചെയ്ത് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമുക്ക് തിര വരുമ്പോൾ തന്നെ ഓൾറെഡി മൈൻഡിൽ നമുക്കൊരു ഇമാജിനേഷൻ, ഒരു മൂവി ഓടും. ഈ തിര ഇങ്ങനെ അടിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യും. ആ സ്പോട്ടിൽ തിര എടുക്കുമ്പോൾ നോക്കും, ആ ടൈമിൽ തന്നെ നമ്മൾ ആ മെനു പറയും, പെട്ടെന്ന് കയറി പോകും. അപ്പൊ നമുക്ക് ആ സമയത്ത് തന്നെ ഓൺ ദ മൊമെന്റ് സ്പോട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, എന്താ ഇങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം. പിന്നെ തിരയുടെ നീളം അനുസരിച്ച് നമുക്ക് എനിക്ക് അവിടെ എത്തണം, ഈ മെനു കുറിച്ച് കഴിഞ്ഞാൽ അവിടെ എത്തും. അപ്പൊ ആ മൊമെന്റിൽ ചിന്തിച്ച് പെട്ടെന്ന് ചെയ്യാം. കാരണം എല്ലാ തിരയും സെയിം അല്ല. കാരണം ഒരു തിര അടിക്കുന്ന രീതി അടുത്ത തിര അടിക്കുന്ന വേറെ രീതിയായിരിക്കും. കാരണം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സൈസ്, ആ ഒരു പവർ എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു തിര റീഡിങ് എക്സ്പീരിയൻസ് അല്പം ടൈം എടുക്കും പഠിച്ചു വരാൻ. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുമ്പോ ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിലും ഒളിമ്പിക്കിലും ഒക്കെ ഉണ്ട് ഈ അതെ ഇപ്പൊ ഉണ്ട്. അപ്പൊ അതില് ഈ ഇപ്പൊ പറഞ്ഞ പോലെ ഈ തിര ഇങ്ങനെ അടിച്ച് വേവ് ഇങ്ങനെ പോകുന്ന, അപ്പൊ അതിന്റെ നീളത്തിനനുസരിച്ച് അങ്ങനെ ആയിരിക്കും. അതെ, എത്രത്തോളം വേൾഡിൽ പല സ്ഥലങ്ങളിലും പല തിരകളുണ്ട്, പല രീതിയിൽ അടിക്കുന്നത്. ചില തിരയൊക്കെ നല്ല ലോങ് ആയിട്ട് അടിക്കുന്ന തിരകളുണ്ട്. എത്രത്തോളം ലോങ് ആണ് അത്രത്തോളം നല്ലത്. കാരണം എങ്കിൽ നമുക്ക് തിരയിൽ മാക്സിമം മെനൂവർ ചെയ്യാൻ പറ്റും. തിര ക്ലോസ് ആയി കഴിഞ്ഞാൽ തിര തീർന്നു. അതെ, അപ്പം നമുക്ക് വേണ്ട ഓപ്പൺ വേവ്. അതെ, ആ ഓപ്പൺ ഒരു കുട്ടി നാളെ ഒരു ഇന്റർനാഷണൽ സർഫിംഗ് കോമ്പറ്റീഷനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മെഡൽ വാങ്ങുന്നതൊക്കെ സ്വപ്നം കാണാറുണ്ടോ? ഉറപ്പായിട്ടും ഓൾറെഡി മേടിച്ചിട്ടുണ്ട് കൈമാര്. ഇപ്പൊ നമുക്കിപ്പോ ഇന്ത്യൻ ടീമുണ്ട്. അവര് ഐ തിങ്ക് ഓൾറെഡി വൺ ഓഫ് ദ കിഡ്സ് ഫ്രം കോൾ സർഫ് ക്ലബ്, രമേശ്, അവൻ ഓൾറെഡി ഇപ്പം ജപ്പാനിലുണ്ട്. അവര് ഏഷ്യൻ ഗെയിംസ് ഓൾറെഡി അവരെ ചെയ്യാൻ പോയിട്ടുണ്ട് അവിടെ. പിന്നെ ലാസ്റ്റ് ഇയർ എൽ സൽവദോറിൽ പോയി 4 പൈമാര്, 4, 5, 6 പേര് പോയി. അപ്പൊ നമുക്കൊരു ഇന്ത്യൻ ടീമുണ്ട് സർഫിങ്ങിന്. അതെ, അപ്പൊ ഇവര് നല്ല സർഫർമാരാണ് ഇവര്.
സൂപ്പറായിട്ട് ചെയ്യും സർഫിങ്, പ്രോ ലെവലിൽ ചെയ്യും ഒരു. ഇപ്പൊ ഇവിടെ ചെയ്യുന്ന പ്രൊഫഷണൽ രീതിയിലുള്ള അതിനേക്കാളും ചില ബെറ്റർ ആയിട്ട് ചെയ്യുന്നവർ നമ്മുടെ പയ്യന്മാര്. അപ്പം ഇവര് അധികം ആരും ഇവരെ കുറിച്ച് സംസാരിക്കില്ല. ഓൾറെഡി ഇവന്മാരൊക്കെ ഇന്ത്യൻ ചാമ്പ്യൻസ് ആണ്. പിന്നെ ഇവന്മാര് നമ്മളെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്, ബാലിയിൽ പോയിട്ടുണ്ട്. ഇവർക്ക് സ്പെഷ്യൽ ട്രെയിനർ ഉണ്ട്, നമ്മളെ ഇന്ത്യൻ സർഫിംഗ് ഫെഡറേഷൻ അറേഞ്ച് ചെയ്ത് ട്രെയിനർ ഉണ്ട്, സ്പെഷ്യൽ ട്രെയിനർ. അപ്പൊ ഇവർ അത്രയ്ക്കും നല്ല സർഫർമാരാണ്. ഇപ്പം അവര് ജപ്പാനിൽ അടുത്ത് നമ്മളെ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതില് ഇവർക്ക് അത്രയ്ക്കും മാർക്ക് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒളിമ്പിക്കിലും ഇവർ പോകും ഇന്ത്യ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് പയ്യന്മാര്. സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ്. അപ്പൊ ഇത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളെ പയ്യന്മാർ നമുക്ക് അറിയാൻ കൊച്ചു പയ്യന്മാരെ ഇന്ന് പ്രോ ലെവലിലെത്തി. കാരണം നമ്മളെ ഡ്രീമൊക്കെ വേറെ ആയിരുന്നു. അപ്പൊ നമുക്ക് പ്രൊഫഷണൽ എത്തണം എന്നുള്ള ഡ്രീം അല്ലായിരുന്നു, പക്ഷെ ഇവരുടെ ഡ്രീം പ്രൊഫഷണൽ എത്തണം. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മള് ഈ സർഫ് ചെയ്യുമ്പോൾ ചിലര് പ്രൊഫഷണൽ രീതിയിൽ പോകും, ചിലര് നമ്മളെ പറയുന്ന ഫ്രീ സ്റ്റൈൽ എന്ന് പറയും. നമ്മൾ ഫ്രീ സ്റ്റൈൽ സർഫ്, നമ്മൾ സർഫ് ചെയ്യുന്നത് നമ്മളെ മൈൻഡ് സോള് ബോഡിക്ക് വേണ്ടിയിട്ട്. കാരണം ഞാൻ ഹാപ്പിയാണ് കടലുമായിട്ട്, കാരണം എനിക്ക് എന്റേതായ ജീവിതമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു, പക്ഷെ ഇവരെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതാണ് ജീവിതം. ഇപ്പം ഇവർക്ക് സ്പോൺസേഴ്സ് ഇതിൽ കൂടെ ജീവിക്കണം എന്നാണ് ഇപ്പോഴത്തെ പയ്യന്മാർ. അപ്പം വിച്ച് ഈസ് വെൻ ഇറ്റ്സ് ഹാപ്പനിങ് ഫോർ ദം യു ഫീൽ സോ ഹാപ്പി ഫോർ ദം. കാരണം അത് സന്തോഷമുണ്ട്. നമ്മ അവന്മാര് പിടിച്ചെടുത്തത് ഓൾറെഡി ഈ ഒരു ഫിഷർമാൻ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ വന്നിട്ട് അവന്മാര് പിടിച്ചെടുത്ത്. അതെ. അപ്പം തമിഴ്നാട്ടിൽ നിന്നും പയ്യന്മാരുണ്ട്, ഈ മഹാബലിപുരത്തു നിന്നും ചെന്നൈ എന്നൊക്കെ. അവന്മാരും സെയിം ബാക്ക്ഗ്രൗണ്ട് ആണ്, ഫിഷർമാൻ ബാക്ക്ഗ്രൗണ്ട് തന്നെ. ഇപ്പൊ എന്നെ പോലെ സ്റ്റോറിയുള്ള പയ്യന്മാരെന്നാണ് അവിടെ നിന്ന്. നമ്മളെല്ലാം സെയിം ബാക്ക്ഗ്രൗണ്ട് ആണ്. എല്ലാവർക്കും സ്റ്റോറി ഉണ്ട്. നമ്മളെല്ലാവരും വരുന്നത് ഫിഷർമാൻ തീരത്തൊന്നും ഫിഷർമാൻ ഫാമിലിയിൽ നിന്നും വേറെ പാവപ്പെട്ട രീതിയും എല്ലാം. അപ്പൊ എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട്. പക്ഷെ അപ്പൊ നമ്മളെല്ലാവരുടെ എയിം എന്ന് പറയുന്നത് ഈ സർഫിങ്ങിൽ കൂടി നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടുകയും ചെയ്തു ആക്ച്വലി. പക്ഷെ ഈ സർഫ് കൾച്ചറിലൂടെ നമുക്ക് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി, നമുക്ക് എല്ലാവർക്കും ലാംഗ്വേജ് പഠിക്കാൻ പറ്റി. ചിലർക്ക് ചില പയ്യന്മാർ നമ്മുടെ കൂട്ടുകാർക്ക് ഇപ്പോഴും എഴുതാനും വായിക്കാൻ അറിയാത്തവരുണ്ട്, പക്ഷെ അവർ സംസാരിക്കുന്ന കാണുമ്പോൾ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും. കാരണം അതെല്ലാം ടാലന്റ് ആണ്, ഹിഡൻ ടാലന്റ്സ്. അത് ഉള്ളിൽ കിടക്കുന്നൊക്കെ എല്ലാം എങ്ങനെയൊക്കെ വെളിയിലൊക്കെ വന്നു. അതെ. അപ്പം അതെ സത്യം. അതെ, എനിക്കാണ് ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ ഇപ്പോഴേ നമ്മൾ പുതിയ ജനറേഷന് എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുമോ അത്രത്തോളം നല്ലത്. കാരണം എത്രത്തോളം ഏർലി നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ സെൽഫ് ടൂറിസം ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം ഉദാഹരണം പറയാണ്, ഇപ്പൊ നെക്സ്റ്റ് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി വി ക്യാൻ ട്രെയിൻ മാക്സിമം ലെറ്റ്സ് സേ ഹോൾ കോസ്റ്റ് ഓഫ് കേരള നമുക്കൊരു 100 പിള്ളേര് 150 പിള്ളേര് 200 പിള്ളേര് അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് 15 വയസ്സിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു 15-20 വയസ്സാകുമ്പോൾ തന്നെ അവർ ഓൾറെഡി പ്രോ ലെവലെത്തി. അവര് പ്രോ അല്ലെങ്കിൽ വർഷങ്ങൾ നീളുന്നതോറും ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക്. അപ്പൊ എത്രത്തോളം ഏർലി അവർ, കാരണം ഇപ്പം അവർക്ക് 10 വയസ്സ് 12 വയസ്സൊക്കെ ആണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല ലൈഫിൽ. അവരുടെ റെസ്പോൺസിബിലിറ്റി പഠിത്തം, സ്കൂളിൽ പോവുക, പഠിത്തം. അപ്പൊ അതിനോടൊപ്പം ഇവർ സർഫിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെപ്പോഴാണ് സ്കൂൾ ഫിനിഷ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഇവർ ഓൾറെഡി ഒരു നിലയിലെത്തി. ഇവർക്ക് സർഫിങ് എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ഓൾറെഡി എന്താണ് സർഫിങ്, ഇതിലൂടെ എവിടെ എത്തപ്പെടാമെന്ന് ആ ടൈമിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈം. അതെ, എക്സാക്ട്ലി. പിന്നെ അവർക്ക് എന്താണ് ചൂസ് ചെയ്യാൻ ലൈഫിൽ വേണത്. അപ്പൊ എനിക്ക് ഈ ഒരു ടൈമാണ് ബെസ്റ്റ്. 10-15 വയസ്സിനകത്തുള്ളതാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സർഫിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ അവർക്ക് ഒരു പ്രോ ലെവലിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരു 5-6 വർഷം മതി. എങ്കിൽ അവർക്ക് ഈ സർഫിങ് കൾച്ചർ എന്താണ്, സർഫിങ് എന്താണ്, പിന്നെ അവർക്ക് ചൂസ് ചെയ്യാൻ നെക്സ്റ്റ് എന്തുവാണെന്ന് ലൈഫിൽ. ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഇത് ഗവൺമെന്റ് എന്തായാലും ഇതിനൊരു ഇതുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹോപ്പ്ഫുള്ളി. അതെ. എന്തായാലും കടൽത്തീരത്തിരുന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നിട്ട് ഒരു ഡിജിറ്റൽ കണ്ടന്റ് നമ്മുടെ പരദേശി ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഒരു മ്യൂസിക് വരുമല്ലോ, പാട്ട് വരുമല്ലോ. എനിക്കറിയാം പാട്ട് തന്നെയായിരിക്കും വരുമെന്ന്. അതുകൊണ്ട് ഏത് പാട്ടായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? ഒരുപാട് പാട്ടുണ്ട്, എന്ത് പറയാൻ പിടിയില്ല. അല്ലെങ്കിൽ പാട്ടൊക്കെ കേൾക്കുവാ നമ്മുടെ പാട്ട്. ഓ പിന്നെ ഞാൻ നമ്മൾ സമയത്ത് ഇന്ത്യൻ പാട്ട്, നമ്മൾ തമിഴ് പാട്ട്, പഴയ എനിക്ക് ഈ MGR അവരെ പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. നമ്മൾ വീട്ടിലങ്ങനെ ജനിച്ചു വന്നോണ്ട് അപ്പൊ ഇടയ്ക്ക് എനിക്ക് പ്ലേലിസ്റ്റ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇട്ട് കളിക്കുന്നത് എന്താണ്, അതെന്താണത് വിചാരിക്കും ഇത് ക്രേസി ആണല്ലോ എന്റെ ഒപ്പ എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്. കാരണം ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എന്റെ കൂടെ ഉള്ളപ്പോഴെല്ലാം നമ്മൾ കൂടുതൽ ഔട്ട് ഗോയിങ് ആണ്. നമ്മൾ കൂടുതൽ പുറത്തായിരിക്കും. അവനെ കൊണ്ട് ഒന്നിൽ ബീച്ചിൽ പോകും, അല്ലെങ്കിൽ അവിടെ വെയ്ക്ക് ബോർഡ് ഉണ്ട്, വെയ്ക്ക് പാർക്ക് ഞാൻ ജോലി ചെയ്യുന്ന ക്യാമ്പിൽ. അപ്പൊ അവിടെ പോകും, അവിടെ പോയി കളിക്കും.
അപ്പം ഓൾറെഡി ഒരുപാട് പിള്ളേരൊക്കെ വരും. അപ്പൊ ഇവന് അവരുടെ കളിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ കടപ്പുറത്തുകാരൻ എന്ന് മറ്റുള്ളവർ വിളിക്കുമ്പോൾ ഉള്ള ഒരു വികാരം അതെങ്ങനെയാണ്? കാരണം എനിക്ക് എന്റെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യുവാണെങ്കിൽ, ഞാൻ വളരെ ചെറുത് നേഴ്സറി പോകുന്ന സമയത്ത് അച്ഛന്റെ ഒരു സുഹൃത്ത് എന്നെ ഈ കദമ്പ എന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു. എന്റെ അച്ഛൻ കദമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പണ്ട് കടൽപ്പണിക്ക് പോകത്തില്ല അച്ഛൻ, പക്ഷെ ഈ ബോട്ട് പണി ചെയ്യുമായിരുന്നു. അപ്പൊ ഈ നമ്മുടെ വള്ളം കെട്ടുമ്പം വള്ളത്തിന്റെ അടിയില് ഈ ഒരു ഇത് ചെയ്യണമായിരുന്നു, എന്താണ് കദമ്പ എന്ന് പറയും അതിന്. ഈ തൊണ്ടിന്റെ സാധനമൊക്കെ വെച്ചിട്ട് ഈ വള്ളം ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന അടിയിൽ വെക്കുന്ന സാധനം, അത് അച്ഛൻ ചെയ്യുമായിരുന്നു. വള്ളം കെട്ടുന്ന അതിന്റെ ഇതിൽ ചെയ്യുന്നത് ബോട്ട് പണി ഉണ്ടായിരുന്നു. അങ്ങനെ ആ അങ്കിൾ എന്നെ കദമ്പയുടെ മോള് കദമ്പ കദമ്പ എന്ന് എന്നെ വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് ആ അങ്കിളിനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്നെ അങ്ങനെ വിളിക്കുന്നത് എന്നെ വളരെ ചെറുപ്പത്തിൽ, എനിക്കൊരു 4 വയസ്സ് 3-4 വയസ്സൊക്കെ ഉള്ള സമയത്തായിരുന്നു. എനിക്കത് ഭയങ്കര ദേഷ്യമായിരുന്നു. ആ അങ്കിള് വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ പറയും ആ അങ്കിളുടെ അടുത്ത് സംസാരിക്കരുത്. പിന്നെ അച്ഛനെ ഞാൻ വിടത്തില്ലായിരുന്നു. ആ അങ്കിൾ വന്ന അച്ഛനെ ഞാൻ വലിച്ചിങ്ങനെ ഇതാക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഒത്തിരി വലിയ ഇതായതിനു ശേഷവും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നെ അങ്ങനെ എന്നെ കദമ്പയെന്ന് വിളിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. പിന്നെ പിന്നെ വലുതായതിനു ശേഷമാണ് നമുക്ക് ആ ഒരു പിന്നെന്താ പറയാ, നമുക്കൊരു നോളജ് വന്നത്. അവരെ നമ്മൾ എന്ത് വിളിച്ചാലും നമുക്കത് ഇതില്ലെന്ന്. അപ്പൊ നമ്മൾ ഈ കടപ്പുറത്തുകാരൻ എന്ന് മറ്റുള്ളവർ വിളിക്കുമ്പോൾ തോന്നുന്ന ഒരു വികാരം എങ്ങനെയാണ്? അത് ആൻസിനെ സംബന്ധിച്ച് അത് എങ്ങനെയാണത്? സത്യം പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് അത് നെവർ ഐ ടേക്ക് ഇറ്റ് പേഴ്സണലി. അതിലെനിക്ക് എന്താ പറയുക അഭിമാനം ഉണ്ടായിരുന്നു. അതെ ഞാൻ കടപ്പുറത്തുകാരൻ തന്നെ. ആക്ച്വലി ചില സമയത്ത് എന്താ നമ്മള് ജനിച്ച് വളർന്നതിന്റെ ആൾക്കാർക്ക് നമ്മൾ കളിയാക്കിയിട്ടാണ് നമ്മൾ വളർന്നു വരുന്നത്. വീട്ടിലായാലും അമ്മയച്ഛനായാലും നമ്മൾ എപ്പോഴും റോസ്റ്റിംഗ് ആണ്. അതെ അതെ, എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കും. അപ്പൊ അത് ശീലിച്ചു വരുന്നത് ഈ ചില സമയത്ത് ആൾക്കാരൊക്കെ കളിയാക്കുന്ന അതൊന്നൊന്നുമല്ല, സിമ്പിള് ക്യൂട്ട്. നമ്മൾ അത് വലിയ കാര്യമാക്കില്ല. നമ്മൾ ഓൾറെഡി വരുന്നത് തന്നെ റോസ്റ്റിംഗ് എന്നാണ് വീട്ടില്. അത് തന്നെ അതിനുശേഷം നമ്മൾ ശീലിച്ചു. ഇപ്പൊ എനിക്ക് ഒരുപാട് വെള്ളക്കാരെ കൂട്ടുകാരൊക്കെ ഉണ്ട്, വെള്ളക്കാരൊക്കെ. അപ്പൊ ഇവര് അങ്ങോട്ട് നമ്മളെ കളിയാക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ചില സമയത്ത് നമ്മൾ കളിയാക്കുമ്പം സിമ്പിൾ നൈസ്, ഞാൻ ഉദ്ദേശിച്ച് കളിയാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഐം ഹാപ്പി. ഒരു കടപ്പുറത്തുകാരെന്ന് മോന്ന് വരാൻ വിളിക്കുമ്പോ ദാറ്റ്സ് മീ, ദാറ്റ്സ് ഹു ഐ ആം. അതാണ് അതെന്റെ ഐഡന്റിറ്റി ആണ്. കാരണം എനിക്ക് മാറ്റാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാനും പറ്റില്ല. ഇറ്റ്സ് മീ എങ്ങനത്തെ. അപ്പം ഈ എന്റെ കൊച്ചുപ്രായത്തും എന്താ പറഞ്ഞിട്ട് നമ്മളെ പപ്പായും അല്ലെങ്കിൽ അപ്പാപ്പന്മാർ ഇവരും പറഞ്ഞുതരും, കഥകളൊക്കെ പറഞ്ഞുതരും. അപ്പൊ എന്റെ അപ്പാപ്പന്മാര് അവരെ കാലത്തും ഇവര് മീൻ പിടിച്ചിട്ട് വരുമ്പോ ചില സമയത്തൊക്കെ ആ ടൈമിലൊക്കെ ഈ സിറ്റിയിലുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അപ്പൊ ഇവര് മീൻ മേടിക്കാനൊക്കെ വരുമ്പോ ഇവര് ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഇവരൊക്കെ സ്മെല്ല് കാരണം അല്ലെങ്കിൽ അത് കാരണം. അപ്പൊ എന്റെ അപ്പാപ്പ വീട്ടിൽ വരുമ്പോ ഇവരൊക്കെ പണ്ടത്തെ ഓൾഡ് സ്കൂളല്ലേ, വീട്ടിലെ കുടിച്ചിട്ട് വന്നിട്ടൊക്കെ ചീത്ത കളി അല്ലെങ്കിൽ അമ്മാമ്മ എങ്ങനെ അടിക്കാൻ വന്നത്. അമ്മാമ്മ പറയും അത് അവരാരെന്തോ പറഞ്ഞ കുഴപ്പമില്ല, എനിക്ക് എന്റെ കുടുംബത്തിന് ആ വിശപ്പ് മാറ്റണം. അപ്പൊ എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഇതൊക്കെ കടന്ന്, അപ്പൊ അവര് പഠിപ്പിച്ചിരുന്ന പാഠങ്ങൾ നമ്മളെ മൈൻഡിൽ കിടന്ന് കഴിഞ്ഞാൽ അവര് നമ്മളെക്കാൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒന്നല്ല. അവര് നമ്മൾ റെസ്പെക്ട്ഫുൾ പോകുന്നത് അവർക്കാണ്, ആൻസസ്റ്റേഴ്സിന്. കാണുമ്പോൾ നമ്മൾ അപ്പാപ്പന്മാരെ അല്ലെങ്കിൽ പപ്പാന്മാരൊക്കെ. ഇപ്പോഴും പപ്പ മീൻ പിടിക്കാൻ കടലിൽ 1-2 ആഴ്ച കിടക്കും. അതെ, ഇന്നലെ വിളിച്ചേ ഉള്ളൂ. അപ്പം പപ്പ വലിയ ബോട്ടില്ലേ, അപ്പൊ അതിൽ പോവും 1-2 ആഴ്ച കിടക്കും. എന്നിട്ട് ഇവർ വരുമ്പോ കരയിലോട്ട് വരുമ്പോ എന്നെ വിളിക്കും. അപ്പൊ അങ്ങനെ കൊല്ലത്തുനിന്ന് പോകുന്നു ഇപ്പം. അതെ, അപ്പം അമ്മ വന്നിട്ട് മീൻ വിൽക്കാൻ വേണ്ടി പോകും. രാവിലെ വെളുപ്പിലേക്ക് എണീച്ച് മറ്റേ അമ്പലത്തറ ചന്തയിൽ പോയി മീൻ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ സിറ്റി മുട്ടടയൊക്കെ പോയി അവിടെയൊക്കെ പോയി മീൻ കൊടുക്കും വീട്ടിലകം. അതെ, എനിക്ക് ചേട്ടനുണ്ട്, എന്നെ 3 വയസ്സിന് മൂത്തത് അനു. അതെ, പുള്ളി അബുദാബിയുടെ ആ ഒരു ഭാഗത്ത് അവിടെയാണ് ജോലി ചെയ്യുന്നത്. അതെ, അപ്പൊ പുള്ളി അവിടെ ഓക്കെയാണ്, അവന് ഡെലിവറി ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓ, ഡെലിവറി ബോയ്. അതെ, സോ യാ. എന്തായാലും ഭയങ്കര സന്തോഷം എനിക്ക്. പിന്നെ എന്താ പറയാ, നമ്മളുടെ കടപ്പുറത്തുള്ള 2 പേര് 2 കോണ്ടിനെന്റ്, ഒരാൾ അമേരിക്കയിലും ഒരാൾ പോർച്ചുഗലിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതില് ഭയങ്കര സന്തോഷം. കുറെ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റി. എസ്പെഷ്യലി പിന്നെ എന്താ പറയാ, ആൻസിന് ഇഷ്ടമുള്ള സർഫിങ്ങിനെ കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റി. സർഫിങ്ങിൽ ഒരുപാട് കുട്ടികൾ ഇനിയും വരട്ടെ. പിന്നെ എന്താ പറയാ,
ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ Yes. ആയിരുന്നു. വിഴിഞ്ഞത്തെ കുറിച്ചും Thank you. നമ്മുടെ തീരത്തെ കുറിച്ചും അറ്റ്ലാന്റിക്കിന്റെ ഓളങ്ങൾ കീഴടക്കുമ്പോൾ ഇല്ല. മണ്ണും വേരും ഒക്കെ നെഞ്ചിലേറ്റി ആൻസന്റെ ഈ ഒരു ജേർണി ഒരു ശരിക്കും ഇൻസ്പയറിംഗ് ആണ്. കാരണം നമ്മളൊക്കെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല മനസ്സിൽ ആൻസർ പറഞ്ഞതുപോലെ സത്യം. നമ്മുടെ ഡ്രീമിൽ പോലും ഓരോരുത്തർ പറയാം എന്റെ ഡ്രീം ജോബ് ആയിരുന്നു, എന്തെങ്കിലും എന്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആൻസൺ പറഞ്ഞതുപോലെ ഒരു ഡ്രീമിൽ പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു വിസ കിട്ടിയിട്ട് ആ വിസ ആൻസന് കിട്ടിയത് ആൻസന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ആ ഒരു ഇതിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ജേർണി അതൊക്കെ ഷെയർ ചെയ്യാൻ കാണിച്ചതിന് നന്ദി. Thank you so much, Anson, for joining us today and No, sharing thank your you. incredible Thank you for stories this opportunity as well. and the listeners. കടലമ്മയുടെ അനുവാദത്തോടെ നിങ്ങളുടെ ജീവിതത്തിലെ തിരമാലകളെയും ധൈര്യമായി ഫേസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും. ഭയങ്കര സന്തോഷം. എനിക്ക് ആൻസർ ഞാൻ ഇങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു, ഫോളോ ചെയ്യാന്ന് പറയുന്നത്, പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. കണ്ടുപിടിച്ചത് എന്റെ ഒരു കസിനാണ് എനിക്ക് നമ്പർ എടുത്ത് തന്നതും ഞാൻ കണ്ടുപിടിച്ച് വിളിച്ചതും. അത് എന്താ പറയാ, ഒരുപാട് കണക്ഷൻ ഉണ്ട് നമുക്ക് ഈ വിഴിഞ്ഞുമായിട്ട്, ഒരുപാട് കണക്ഷൻ ഉണ്ട്. വളരെ സന്തോഷം. ഇനി എനിക്ക് ഈ കടലിൽ കളിക്കാൻ പോകുന്നവരോടും കുളിക്കാൻ പോകുന്നവരോടും കടൽ തീരത്തുള്ള കടൽപ്പുറത്തുകാരൻ പറയുന്നത് കേൾക്കുക. ഇപ്പൊ കുറച്ചു നേരത്തെ ആൻസൺ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, കടൽ എങ്ങനെയാണെന്നും കടലമ്മ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നതെന്നും കടലിന്റെ രീതി എങ്ങനെയാണെന്നും. അപ്പൊ അവിടെയുള്ള ആൾക്കാരുടെ കടലറിവെന്ന് പറയുന്നത് അപാരമാണ്. അത് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ കടലറിവാണ്. കടല് കണ്ട് കടലിന്റെ കാറ്റ് കണ്ട് പിന്നെ സൂര്യനെ കണ്ട് ചന്ദ്രനെ കണ്ടൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് അവർക്കുള്ള കഴിവെന്ന് പറയുന്നത് അപാരമാണ്. സോ നമുക്ക് പറയാനുള്ളത്, എനിക്കും ആൻസനും ചേർന്ന് പറയാനുള്ളത്, ഞങ്ങൾ കടലിന്റെ മക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് ചേർന്ന് പറയാനുള്ളത്, കടലിൽ കളിക്കാനും കുളിക്കാനും ആസ്വദിക്കാനും പോകുന്നവർ അവരവിടെയുള്ള കടലിന്റെ കടൽ തീരത്തുള്ളവർ പറയുന്നത് അവഗണിക്കാതിരിക്കുക, അത് അവര് പറയുന്നത് ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ വളരെ അപകടങ്ങൾ ഒത്തിരി അധികം നടക്കുന്നുണ്ട് ഇപ്പോ. അതുകൊണ്ട് ദയവ് ചെയ്ത് അവര് പറയുന്നത് ശ്രദ്ധിക്കുക. ഇതും ഒരു എന്താ പറയാ, ഞങ്ങളുടെ ഒരു അപേക്ഷയായിട്ട് എല്ലാവരും അത് ഫ്യൂച്ചറിൽ അതുമാണ് നമ്മളെ പ്ലാൻ. നമ്മൾ സർഫിംഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് അവയർനെസ് ക്ലാസ് കൊടുക്കാൻ പ്ലാൻ ഉണ്ട് പിള്ളേർക്ക് സ്കൂളുകളിൽ. ഈ കടലിലെ ഒഴുക്കുകളെ കുറിച്ചും, എന്താണ് ഒഴുക്ക്, എന്താണ് ഈ കറൻസ്, അല്ലെങ്കിൽ എങ്ങനെ ഇതൊന്ന് രക്ഷപ്പെടാം, അങ്ങനത്തെ കുറച്ച് അറിവുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ട്. അതെ, ജസ്റ്റ് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാന്. കാരണം ചില ആൾക്കാർക്ക് അറിയില്ല, ഇവർ ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ ഒഴുക്കാണെന്നുള്ള അവർക്ക് അറിയില്ല, എന്താണ് ഒഴുക്ക്, അതെ, ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത് ആർക്കും അറിയില്ല. സോ ഒരു ചെറിയ അവയർനെസ് ഫ്യൂച്ചറിൽ കൊടുക്കണം എല്ലാവർക്കും. അപ്പൊ നമുക്ക് അവസാനമായിട്ട് നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ, ഇപ്പൊ കടലിൽ കുളിക്കാനായിട്ട് ഇറങ്ങുന്നു, കടൽ വളരെ ശാന്തമായിട്ടിരിക്കുന്നു, പെട്ടെന്ന് ഒരാൾ ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ അവർക്കിപ്പോ പെട്ടെന്ന് രക്ഷപ്പെടണമെങ്കിൽ അവർ എന്താ ചെയ്യേണ്ടത്? അതെ, സോ രണ്ട് രീതിയിലുള്ള ഒഴുക്കുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഒന്ന് വന്നിട്ട് റിപ്പ് കറണ്ട് എന്ന് പറയും, RIP, ലൈക്ക് റിപ്പ് കറണ്ട്. ഈ കറണ്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മള് ഇതാണ് ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ വെള്ളം ഉള്ളിലോട്ട് വലിയും, അത് റിപ്പ് കറണ്ട് എന്ന് പറയും, ഉള്ളിലോട്ട് വലിയുന്നത്. രണ്ടാമത്തെ കറണ്ട് എന്ന് പറയുന്നത് ഈ കറണ്ട് സൈഡിലോട്ട് പോകും, ട്രാവൽ ചെയ്യും, ബീച്ചിന്റെ സൈഡിലോട്ട്, ഒന്നിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ്. ഇത് വലിയ ഡേഞ്ചർ അല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോകും, സൈഡിലോട്ട്, അത് ഡേഞ്ചർ അല്ല. പക്ഷെ ഈ ഉള്ളിലോട്ട് വലിയുന്ന ഈ റിപ്പ് കറണ്ട് ആണ് ഡേഞ്ചർ. അപ്പം ഇത് പെട്ടെന്ന് ഈ ഓടിൽ പെട്ട് കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇതിപ്പം ഒരു നദി കടലിലോട്ട് ഒഴുകും പോലത്തെ ഫീലിംഗ് ആണ്. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് നീന്തി രക്ഷപ്പെടില്ല. സോ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അല്ലെങ്കിൽ നീന്തി പോയിട്ട് സൈഡിലോട്ട് പോയിട്ട് തിരിച്ചു കയറാം കരയിലോട്ട്. നമുക്കിപ്പം അതിൽ തന്നെ നമ്മൾ ഈ കറണ്ടില്ലേ ഇതിന്റെ കൂടെ തന്നെ, കാരണം നമ്മളിത് വലിക്കുകയാണ്, നമ്മളിതിന്റെ ഓപ്പോസിറ്റ് നീന്തി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമ്മൾ എന്താ പറയുന്നത്, അതെ, ഇറ്റ്സ് ലൈക്ക് സ്വിമ്മിങ് അഗെയിൻസ്റ്റ് ദ റിവർ. You stay where you are, you're going to lose all your energy, then you started to drown. അപ്പൊ ഇതിന്റെ കൂടെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോയി, ഇതൊരു മഷ്റൂം ക്ലൗഡ് പോലെ ഇരിക്കും, കാണാൻ മഷ്റൂം പോലെ ഇരിക്കും. അതായത് നമ്മൾ ഇങ്ങനെ പതുക്കെ നേരായിട്ട് തുടങ്ങി ഇങ്ങനെ വെള്ളം തിളച്ച് കിടക്കും. സോ ദാറ്റ്സ് എ റിപ്പ് കറന്റ്. അതിന് റിപ്പ് കറന്റ് എന്ന് പറയും, RIP. സോ അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ നീന്തി പോയിട്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒഴുക്കില്ല, അവിടെ കാം വാട്ടർ ആയിരിക്കും. ഇതിന്റെ അവിടെ നിന്ന് തിര വന്നു കഴിഞ്ഞാൽ തിരയെടുത്ത് നേരെ കരയിലോട്ട് കയറാം. ഇതാണ് ബെറ്റർ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ആൾക്കാർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഈ ഒഴുക്കി പെട്ടെന്ന് ആദ്യം ചെയ്യുന്നത് വെപ്രാളത്തൊക്കെ ഇവർ തിരിച്ച് ഓടാൻ നോക്കും. അപ്പൊ ഇവർ ഓടുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവർ ഓൾറെഡി ഇവര് ഫുൾ എനർജി വേസ്റ്റ് ആയി, അപ്പോഴാണ് ഇവർ നീങ്ങുന്നത്. അതെ, ഈ ഒഴുക്കി പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് കൈ പൊക്കി ആരെങ്കിലും വിളിക്കുക,
അത് ഒരു സിഗ്നൽ കൊടുക്കണം. അവർക്ക് ഞാൻ ഡേഞ്ചറിലാണെന്ന് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ ടൈമിൽ തന്നെ ഓൾറെഡി ലൈഫ് ഗാർഡ് അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തുള്ള നീന്താൻ പെട്ടെന്ന് ചാടി വരും. അപ്പൊ ആ ടൈമിൽ എന്റെ ഒരു ഇത് കിടച്ചാൽ നമ്മൾ ജസ്റ്റ് കാമായിട്ട് നമ്മൾ ഇങ്ങനെ കൈയടിച്ച് നിൽക്കില്ലേ ഉള്ളതിൽ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇതുപോലെ കാമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയും ചെയ്യും. ആള് വരുന്ന സമയത്ത് കൊണ്ട് നമ്മൾ അവിടെ കിടക്കി രക്ഷപ്പെടാം. അതെ, അപ്പൊ അവരെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കിടന്നാൽ മതി, കാമായിട്ട് കൈ വെച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടന്നാൽ മതി. നമ്മൾ താരമില്ല, നമ്മൾ അവിടെ തന്നെ കിടക്കല്ലേ. ആ ടൈമിൽ തന്നെ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് ഓടി വന്ന് രക്ഷപ്പെടും. ഇതാകുമ്പോ തന്നെ നമ്മൾ ആകപ്പാട് വെപ്രാളം പിടിച്ച് അതെ, ഈ വെപ്രാളം പിടിക്കുന്നതാണ് ഡേഞ്ചർ. അപ്പോഴാണ് നമ്മളെ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടെ നമ്മളെ ബോഡി സ്റ്റാർട്ട് സിങ്ക്. അപ്പോഴാണ് ആൾക്കാർ പെട്ടെന്ന് വെള്ളം കുടിക്കും. ഇവർക്ക് എന്തൊന്നും അറിയില്ല. നമ്മളെന്താ മരണ വെപ്രാളം എന്ന് പറയും നമ്മൾ കിളമ്പുറത്തേര്. അതെ, അപ്പൊ പെട്ടെന്ന് നമ്മൾ ചില സമയത്ത് ആൾക്കാർ രക്ഷിക്കാൻ പോകും. നമ്മൾ ഒരുപാട് രക്ഷിച്ചിട്ടുണ്ട് കടലിൽ, സർഫിംഗ് കടലിൽ. അപ്പൊ ആ ടൈമിൽ നമ്മളെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് സർഫിംഗ് ബോർഡ് ഉണ്ട് കയ്യിൽ. നമ്മൾ അവരുടെ അടുത്ത് നീന്തി ചെന്നിട്ട് അവർ സർഫിംഗ് ബോർഡിൽ കയറ്റിയിടും. അപ്പൊ അവർ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അവർക്ക് കാമായിട്ട് അവർ സംസാരിച്ച് കാമയെടുത്ത് തിരിച്ച് നമ്മൾ നീന്തി അവരെ കരയ്ക്ക് കൊണ്ടാക്കും. അങ്ങനെ ഒരുപാട് നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പോണ്ടിച്ചേരിയിൽ ഒരു ഡെഡ് ബോഡി വരെ കയ്യിലെടുത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ മരിച്ച പയ്യന്റെ വെള്ളത്തിന്ന് അവിടെ പോണ്ടിച്ചേരിയിൽ കുറെ വർഷം മുമ്പ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കാറുണ്ട് കടലിൽ. അപ്പം ഇറ്റ്സ് ഹാപ്പൻസ് എവരിവെയർ. ഇവിടെ ആയാലും ശരി തന്നെ, പോർച്ചുഗലായാലും ശരി തന്നെ. ഇവിടെയും കടലെടുത്ത് ആൾക്കാർ ശ്രദ്ധിച്ചിട്ട് നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ചില സമയത്ത് കറണ്ട് എന്നൊക്കെ. അപ്പം ഇത് ജസ്റ്റ് ജനറൽ നോളജിൽ നിന്ന് ഒഴുക്കിനെ കുറിച്ചുള്ള ഒരു നോളജ് കിട്ടിയാണ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ സ്കൂളുകളിലും ഒക്കെ കുട്ടികൾക്ക് ഒരു അവയർനെസ് ക്ലാസ് പോലെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. സത്യം ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ രീതിയിൽ. കാരണം എനിക്ക് തോന്നുന്നു പിന്നെ മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്കും ഒരു സ്വിമ്മിങ് പഠിപ്പിക്കുന്നതും നല്ലതായിരിക്കും എന്ന് തോന്നുന്നു എല്ലാ കുട്ടികളും. കാരണം ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഈ കടലിൽ മാത്രമല്ല വേറെ ഈ വെള്ളം കാണുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെയൊക്കെ കുട്ടികള് മരിക്കുന്നതൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. എന്തായാലും എല്ലാരും ഇത് മുതിർന്നവർ പറയുന്നത്, ഇതുപോലെയുള്ള അറിവുള്ളവർ പറയുന്നത് കേൾക്കുക. സോ പ്ലീസ് അതൊന്നും അവഗണിക്കാതിരിക്കുക. വീണ്ടും എന്താ പറയാ, ജോയിനിങ് ചെയ്തതിന് നന്ദി പറയുന്നു. ഷെയർ ചെയ്ത ഈ ഒരു സ്റ്റോറി എല്ലാം ഷെയർ ചെയ്തതിന് സോ താങ്ക് യു. ടൈം ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. Until next time on Beyond Borders, keep riding the waves of life. Catch you guys later. Thank you. Okay. Ciao. See you so much. ഒരു വങ്കാള നമസ്കാരം. വങ്കാള നന്ദി.